Hello, എല്ലാവർക്കും നമസ്കാരം. ദിസ് ഈസ് Rollin with Ronnie. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ഈസ് മലയാളം ഹിപ്പ് ഹോപ്പ് ആർട്ടിസ്റ്റ് Nomadic Voice. 2012-ലാണ് ശരത് ആദ്യത്തെ ട്രാക്ക് കേൾക്കാമോ യൂട്യൂബിൽ റിലീസ് ചെയ്തത്. My dear Malayali, no offense. Don't you have an ounce of common sense? The truth can be hidden, it's no suspense. With you love and a Malayali, he can be so damn dense. I like to refer to Nomadic as a man of many voices because he experiments with a lot of different styles of music. ഈ വർഷം ഏപ്രിലിൽ he had released a track along with Dhanwin known as Drunk in a Shaappu, and it has over 6 million views in less than 6 months on YouTube alone. Drunk, I'm a nirukali drunk, now an alkali drunk, I'm a nittukali, adichu poosu Malayali, Rajini pola mass, if I'm drunk, baby dance, simple moves theriyadu, only nod and moonwalk. His most recent track, Endai Trikkunnu, was an instant hit and has been shared on social media thousands of times. എന്തായിട്ടിരിക്കുന്നേ മോനെ എന്തായിട്ടിരിക്കുന്നേ വീട്ടിലമ്മ പെങ്ങളൊന്നുമില്ലേ എന്തായിട്ടിരിക്കുന്നേ എന്തായിട്ടിരിക്കുന്നേ മോനെ എന്തായിട്ടിരിക്കുന്നേ വീട്ടിലമ്മ പെങ്ങളൊന്നുമില്ലേ എന്തായിട്ടിരിക്കുന്നേ. So let's welcome the mastermind behind Various Etter, a track that featured 39 artists performing in 10 different languages. Nomadic Voice, ladies and gentlemen. So bro, first of all, thank you so much for coming on the show. It means a lot. അയ്യോ ബ്രോ, അങ്ങനെയൊന്നുമില്ല ബ്രോ. ഇതൊക്കെ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി അല്ലേ, ആൾക്കാരൊക്കെ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് അങ്ങോട്ടും ഒത്തിരി നന്ദിയുണ്ട് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കൺസിഡർ ചെയ്തതിന്. താങ്ക് യു സോ മച്ച് ബ്രോ. അപ്പോൾ ആദ്യം നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ ഉണ്ടല്ലോ, എനിക്ക് ഇപ്പം ഞാൻ ശരത്തിൻ്റെ മ്യൂസിക് കേൾക്കാൻ തുടങ്ങിയിട്ട് സത്യം പറഞ്ഞാൽ മേ ബി 3 or 4 months സിൻസ് ഐ ആക്ച്വലി സ്റ്റാർട്ടഡ് ലിസ്ണിംഗ് ടു യുവർ മ്യൂസിക്. ഓക്കെ, ആൻഡ് what I felt the first thing is that ഭയങ്കര versatile ആണ്. ലൈക്ക് ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ്. the music that you make, ഇപ്പം ഒരു 10 ട്രാക്ക് ഉണ്ടെങ്കിൽ 10 ട്രാക്കും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യാൻ നോക്കുന്ന ഒരാളാണ്. So I mean, is that something you look forward to while making music, that കഴിഞ്ഞ ട്രാക്കിന് it shouldn't be like that, it should be something different? അങ്ങനെ നമ്മൾ is it because you have so many interests? എന്താണ് അത്, ആ ഒരു versatility എങ്ങനെ കൊണ്ടുവരുന്നത്? വെൽ, എന്നെ സംബന്ധിച്ച് ഇപ്പൊ ഞാൻ പറയുവാണെങ്കിൽ അങ്ങനെ ഒരു സാധനം ചെയ്യണം എന്നോർത്ത് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യണല്ല. മീൻസ് ഓരോരോ നമ്മുടെ ഡെയിലി മൂഡ് ഉണ്ടല്ലോ, ഓരോ ദിവസം. ചില ദിവസം വരുമ്പോ അല്ലെങ്കിൽ ചില ദിവസം ഉച്ചയാകുമ്പോഴത്തേക്കുള്ള മൂഡായിരിക്കും അടുത്ത ദിവസം. അപ്പൊ ആ ഒരു മൂഡ് അനുസരിച്ച് ഓരോ ഐഡിയാസ് തലയ്ക്കകത്ത് വരും. അപ്പം എന്തെങ്കിലും ഒരു 1 line ഹുക്കൊക്കെ ആയിരിക്കും വരുന്നത്, എന്നിട്ട് അതിന്റെ മണ്ടയിലെങ്കിൽ ബിൽഡ് ചെയ്യും. അപ്പൊ ഓരോ പാട്ട് ചെയ്യുമ്പോ ആ പാട്ടിന്റെ ലിറിക്സിനൊരു മൂഡുണ്ട്. അപ്പൊ അതനുസരിച്ച് ഇപ്പം ഇതിൽ EDM എലമെന്റ്സ് നല്ലതായിരിക്കും, അല്ലെങ്കിൽ ഇതിൽ നമുക്ക് കുറച്ച് ബൂം ബാപ്പ് ടൈപ്പ് സാധനം കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് ചിൽ സാധനം. അപ്പം അങ്ങനെ വരുന്ന ഒന്നും അങ്ങനെ കരുതിക്കൂട്ടി വരുന്നതല്ല, അത് I'm just going with the flow എന്ന് പറയാം. So how did you get into this whole thing? ഇപ്പം you started somewhere around 2012-13 ലൈക്ക് ഫസ്റ്റ് ട്രാക്ക് വന്നത് കേൾക്കാമോ, ഷറം ഇന്ത്യ, അതൊക്കെ വന്നത് ലൈക്ക് അന്ന് 2012-2013. സോ അതിന് മുന്നേ ഒക്കെ തന്നെ വേർ യു ലൈക്ക് ട്രൈങ് ടു ഗെറ്റ് ഇൻ ടു സംതിങ് ലൈക്ക് ദിസ്, അല്ലെങ്കിൽ യൂത്തിന് ഇങ്ങനെ ട്രാക്സ് ഉണ്ടാക്കണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നോ? ബേസിക്കലി അങ്ങനെയൊന്നും ലൈക്ക് ഇതൊക്കെ ജസ്റ്റ് ഒരു ഫണ്ടിന്റെ പേരിൽ തുടങ്ങിയാണ്. കാരണം സ്കൂളിൽ വെച്ച് തന്നെ ലൈക്ക് ഞാൻ ഇവിടെ ട്രിവാൻഡ്രത്താണ് പഠിച്ചത്. അപ്പം സ്കൂളിൽ വെച്ച് തന്നെ ഈ പാട്ടിന്റെ പരിപാടിയില്ല. പിന്നെ നമ്മൾ എന്റെ അടുത്തൊരു കൂട്ടുകാരുണ്ട്, അപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ വെഞ്ചിക്കൊട്ടി പാട്ട് പാടുന്ന സാധാരണ ബേസിക് ഇത്. അപ്പൊ നമ്മുടെ സമയത്തൊക്കെ നമ്മൾ കേട്ടോണ്ടിരുന്ന പാട്ടുകൾ, ഇപ്പൊ നമ്മുടെ പഴയ പാട്ടുകൾ, ഇപ്പം നമ്മുടെ മലയാളത്തിലെ പഴയ പാട്ടുകളും, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ആ 90s ഒരു DD2 കാണുന്ന ഒരു ഹിന്ദി പാട്ട് കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അത് രണ്ടും മിക്സ്ഡപ്പ് ആയി. പിന്നെ എന്നാ പറയണ്ടേ, പിന്നെ വീട്ടിൽ അച്ഛനും എല്ലാ പാട്ടുകളും കേൾക്കും. സോ മേ ബി ഐ തിങ്ക് ദാറ്റ് ഇസ് ദ തിങ്, നമ്മുടെ ഉള്ളിൽ ഒരു മ്യൂസിക്കിന്റെ ഒരു സാധനം കൊണ്ടുവരുന്ന സാധനം എന്ന് തോന്നുന്നത്. ഐ തിങ്ക് സോ ദാറ്റ് മൈറ്റ് ബി ആ ഒരു വേഴ്സറ്റൈലിറ്റി വരുന്നതും ചിലപ്പോൾ അവിടെ നിന്നായിരിക്കും. ചിലപ്പം പണ്ട് കേട്ട ഗസലിന്ന് കേട്ട് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു വൈബ് കിട്ടി, അത് പിന്നെ ഇവിടുത്തെ ജോണേഴ്സിൽ കൊണ്ടുവരും, അങ്ങനെയൊക്കെ ആയിരിക്കും. Okay. I actually forgot the question, to be true. No, that's cool. I think you answered the question. Pinna, another thing that I've always wondered, ഇപ്പം you started 2012-13 ആദ്യത്തെ ട്രാക്സ് യൂട്യൂബിൽ വന്നു തുടങ്ങി, ആദ്യത്തെ ഒരു 2 ട്രാക്സ് ഒക്കെ. എന്നിട്ട് there was like a huge break, കുറേ നാൾ, ഒരു ഓൾമോസ്റ്റ് I think 4 years till കേരള 01 ഒക്കെ വന്നത് ഒരുപാടൊരു ബ്രേക്ക് കഴിഞ്ഞിട്ടാണ്. Did you like think that okay, now I have to focus on my career as a nurse, or what was the reason that you had such a long break? Well, that was the time like ഞാൻ പഠിച്ചിറങ്ങിയതിന് ശേഷം
പിന്നെ ലൈക്ക് ലോൺ എടുത്താണ് ഞാൻ പഠിച്ചത്. സോ എനിക്ക് എന്തായാലും മന്ത്ലി ഉള്ള അടവ് പോകും. അപ്പൊ ഒരു നഴ്സിനെ സംബന്ധിച്ച് നമുക്ക് കിട്ടുന്ന ശമ്പളമൊക്കെ എപ്പോഴും കുറവായിരിക്കും. ലൈക്ക് പഠിച്ച് ഞാൻ തുടങ്ങിയ സമയത്തൊക്കെ 6,500 രൂപയൊക്കെയാണ്. അപ്പൊ ഞാൻ അങ്ങനെ പല സ്ഥലത്ത് വർക്ക് ചെയ്തു. ഓവർ ടൈംസ് നമ്മൾ ചെയ്യും, ചിലപ്പം കിട്ടുന്ന പോലെ എക്സ്ട്രാ ഓവർ നൈറ്റുകളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് പൈസ കൂടുതൽ കിട്ടും. സോ എങ്ങനെയെങ്കിലും ആ പൈസ കൂട്ടി വെച്ചിട്ട് IELTS എക്സാം എഴുതണം, വിച്ച് ഇസ് 10K പെർ ടൈം, ലൈക്ക് 9,900 അങ്ങനെ കണ്ട. അപ്പൊ അത്രയും രൂപ ഓരോ തവണ കൊടുക്കണം. അപ്പൊ അത് കൊടുത്ത് ലോണിന്റെ കാര്യം. സോ യു വിൽ ഗെറ്റ് റിയലി ബിസി. ഈവൻ ദോ ഐ ഹാഡ് മ്യൂസിക് ഇൻ മീ, ഐ നെവർ ഹാഡ് ടൈം ടു ഓർഗനൈസ് ഓർ ഗെറ്റ് സ്റ്റഫ് ഡൺ ബിക്കോസ് ഐ വാസ് ഇൻ ഫൈനാൻഷ്യലി ലൈക്ക് ഫ്രീ. അല്ലെങ്കിൽ ഒരു എപ്പോഴും ഐ ഹാഡ് ടു, എനിക്ക് ഓവർ ടൈം കിട്ടിയാൽ ഞാൻ ചെയ്യും. സോ അങ്ങനത്തെ കാര്യങ്ങൾ അത് ചെയ്യണം, പുറത്തോട്ടുള്ള കാര്യങ്ങൾ നോക്കണം. ദെൻ ഐ മൂവ്, ദെൻ ആഫ്റ്റർ വർക്കിംഗ് ഫോർ ക്വൈറ്റ് എ ബിറ്റ് ഇൻ നോർത്ത് ഇന്ത്യ, ഞാൻ ഷിംലയിൽ വർക്ക് ചെയ്തു 1.5 വർഷം. അവിടെ ടീച്ചറായിട്ട് വർക്ക് ചെയ്തു കുറച്ചു കാലം. പിന്നെ കുറച്ചു കാലം ഞാൻ നേഴ്സായിട്ട് വർക്ക് ചെയ്തായിരുന്നു ഡൽഹി തന്നെ. പിന്നെ UP വർക്ക് ചെയ്തു, ഫോർട്ടിസിൽ വർക്ക് ചെയ്തു. സോ ട്രാവലിംഗ് വാസ് ഓൾസോ വൺ ഓഫ് ദ കണക്ഷൻ. As a nurse, you can get job, like interiors, Raebareli, Lucknow, അങ്ങനത്തെ സ്ഥലങ്ങളിലെല്ലാം. അപ്പം ലൈക്ക് ഓരോ വർഷം പല പല സ്ഥലങ്ങളിൽ. സോ യു ഗെറ്റ് ദി എക്സ്പോഷർ, യു ക്യാൻ ട്രാവൽ അവിടുത്തെ ലോക്കലായിട്ട് ജീവിക്കാം. ലൈക്ക് സോ ദാറ്റ് മൈറ്റ് ബി ദ റീസൺ ഐ വുഡ് സേ, ലൈക്ക് നിങ്ങളുടെ ഒരു ചോദ്യത്തിന്റെ ഒരു ഇത് തോന്നുന്നത്. റൈറ്റ്. ആൻഡ് ദ നെയിം Nomadic Voice itself, വേറൊരു ഇന്റർവ്യൂവിൽ, അനാമികയായിട്ടുള്ള ഇന്റർവ്യൂവിൽ ഐ വാസ് ലിസ്ണിംഗ് ടു ദാറ്റ് ആൻഡ് you were saying that basically a person who ഊരുതണ്ടി you were saying that ഇങ്ങനെ നാടൊക്കെ കറങ്ങി ഇങ്ങനെ ആൾക്കാർ പലതും പറയും. So that's how you thought of the name Nomadic, and then you have voice obviously because you sing. ആ ഇന്റർവ്യൂവിൽ ഞാൻ കേട്ടൊരു കാര്യമാണ്, ലൈക്ക് മാൾഡീവ്സിൽ ഒരു സോളിറ്റ്യൂഡ് ഉള്ള ഒരു സ്ഥലത്ത് കുറെ നാള് you had worked there. So what was the reason behind doing something as drastic as that? ഇപ്പൊ ഇന്നത്തെ സൊസൈറ്റിയിൽ all of us look for comfort and ഇപ്പൊ നമ്മളെല്ലാം സിറ്റീസിലോട്ട് പോകുന്നു. Was it your love for traveling or you wanted to sit down make music? What was the reason behind going to such a ഗുളി എന്ന് പറഞ്ഞ സ്ഥലമായിരുന്നു അല്ലേ? ഞാൻ ഗുളിയിലുണ്ടായിരുന്നു. ഞാൻ കാഫ് വട്ടോളായിരുന്നു ഉണ്ടായിരുന്നത്. ദിഫൂഷിലുണ്ടായിരുന്നു, ഗുളിയിലുണ്ടായിരുന്നു, ഗുറൈദൂലുണ്ടായിരുന്നു. സോ ഈ 3 വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഗുളി the smallest, if you see, like if you go and check, you can find it's really small. വളരെ കുറച്ച് ആൾക്കാരാണ് ഐലൻഡിലുള്ളത്. It's a really kind of different experience. But എന്താ പറയണ്ടേ, അതല്ലായിരുന്നു. മീൻസ് ലൈക്ക് ചിലപ്പം നമ്മൾ IELTS എഴുതി എന്റെ കാശില്ല. അപ്പം 7 വേണം റൈറ്റിംഗിൽ, എല്ലാത്തിലും 7 വെച്ച് വേണം. ലൈക്ക് ഇൻഡിവിജ്വൽ 7 വെച്ച് വേണം നിങ്ങൾക്ക് IELTS എക്സാമിന്. നമുക്ക് നഴ്സുമാർക്ക് അക്കാഡമിക് സെക്ഷനിൽ വേണ്ടത്. ഞാൻ എല്ലാ പ്രാവശ്യം എഴുതുമ്പോൾ എനിക്ക് റൈറ്റിംഗ് 6.5 അങ്ങനെ ആയിപ്പോ. സോ അങ്ങനെ വാശി പിടിച്ച് ഞാൻ 12 തവണ എഴുതി. 13ാമത്തെ തവണയാണ് എനിക്ക് കിട്ടുന്നത്. സോ അങ്ങനെ എഴുതിന്റെ ഉപ്പാടായി. പിന്നെ കിട്ടിയ ജോലി 2 വർഷം കോൺട്രാക്ടിന് മാൽദീവ്സിൽ പോയി. അവിടെ മിനിസ്ട്രിയിൽ ജോലി ചെയ്തു. മാൽദീവ്സിൽ പോയിട്ട് അവിടെ വലിയ ശമ്പളമില്ല. അപ്പം പക്ഷെ അതുകൊണ്ട് കുറച്ചൊരു ഇതുണ്ടായിരുന്നു. ഇപ്പോഴത്തെക്കാട്ടിയും ബെറ്റർ ശമ്പളം എന്നുള്ള രീതിയിലോട്ട് എത്തി. പിന്നെ അവിടെ ചെന്ന് എഴുതിയിട്ട് അവിടത്തെ 3ാമത്തെ തവണയാണ് എനിക്ക് മാൽദീവ്സിൽ കിട്ടുന്നത്. അങ്ങനെ കിട്ടി. പിന്നെ വന്നു ഉടനെ അയർലൻഡിലോട്ട് പോയി. അങ്ങനെയായിരുന്നു. സോ മാൽദീവ്സ്, സംടൈംസ് യു ഹാവ് ടു ഡു തിങ്സ് ലൈക്ക് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ ഇത് ചെയ്തേ പറ്റുള്ളൂ, ഇപ്പൊ ഇത് ചെയ്തില്ലെങ്കിൽ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ നമുക്ക് ചിലപ്പം സാക്രിഫൈസ്, ഇപ്പൊ നിങ്ങളുടെ പാഷൻ ആയിരിക്കും. ഇപ്പം നമുക്ക് ബേസിക് നെസസിറ്റീസ് അല്ലെങ്കിൽ ബേസിക് കാര്യങ്ങൾ കഴിഞ്ഞിട്ടല്ലേ പാഷൻ. അത് ഓക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ പാഷനിലോട്ടുള്ള ഒരു ഇത് നമ്മുടെ മൈൻഡ് ഈവൻ ചിന്തിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നോക്കുന്നത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കി എങ്ങനെയെങ്കിലും ഒന്ന് കര കയറണം എന്നുള്ളൊരു കാര്യമായിട്ട് ആദ്യം നോക്കുന്നു. മേ ബി ബിക്കോസ് ഓഫ് ദാറ്റ്. സോ അപ്പോഴും എഴുതി വെക്കുമായിരുന്നു ഇത് പിന്നത്തേക്കുള്ള പണി. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത വർഷം ഇത് കൊടുക്കും. അങ്ങനെ ഉള്ള ഒരു കോൺസെപ്റ്റ് എഴുതി വെക്കുമായിരുന്നു. ഓക്കെ. ഈ ടു മൈ ഹേറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. സോ അതിൽ something that really caught my attention was you talking about passion. That passion ഉണ്ടായ മാത്രം പോരാ. It cannot pay the bills. A lot of the time അപ്പനോ അമ്മയ്ക്കോ വയ്യാണ്ടായി കഴിഞ്ഞാൽ you really have to work to do that. So it's like ipo nammal nokkuvaanengil there are different ways where people talk about passion, right? Some people say that idu you can only focus on one thing at once and be really good at it, right? So, and you are of the complete opposite opinion that you have to figure a way to live your life as well, do whatever you have to do to make sure that your family has food on the table, and at the same time
being a passion, being a full-time nurse, right? I can imagine how difficult it is for you to, come back and write music, but you do it because you love it, right? So adine kurichu konju samsarikka, where a lot of people now think that, including myself, at some point in my time ഞാൻ ചിന്തിച്ചിട്ടുണ്ട് that ഇതൊക്കെ വിട്ടിട്ട് എനിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും പോയി ചെയ്താലോ എന്നൊക്കെ. but there's a practicality to it, and you are someone who looks at life in a very practical manner. ഓക്കെ, സോ എന്റെ ലൈഫില് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ ആഗ്രഹിക്കാതെ വന്നു കയറിയ ഒരു ഇതായിരുന്നു. കാരണം ഞാൻ 12th കഴിഞ്ഞിട്ട് ഇച്ചിരി മൂടൊക്കെ ഓഫ് ആയിട്ട് ആയിരുന്നു. അപ്പോഴത്തേക്കും എനിക്ക് എന്തെങ്കിലും ഒരു കോഴ്സിന് പോയാൽ മതി, ട്രിവാൻഡ്രത്ത് നിൽക്കണ്ട എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു. സോ അങ്ങനെയാണ് എന്റെ കുഞ്ഞുമ്മയും അമ്മയൊക്കെ ഇങ്ങനെ പറഞ്ഞ നഴ്സിംഗ് ഒരു സാധനം ഉണ്ടെന്നൊക്കെയുള്ള കാര്യം. അങ്ങനെ നഴ്സിംഗ് ചെല്ലുന്നു. ദാറ്റ് പെർട്ടിക്കുലർ 4 years, പിന്നെ അതിനുശേഷമുള്ള എക്സ്പീരിയൻസ് ഞാനെന്നൊരു പേഴ്സണെ കംപ്ലീറ്റ്ലി മാറ്റി. കാരണം ലൈക്ക് എനിക്ക് അങ്ങനെ അറിയത്തില്ലായിരുന്നു. മീൻസ് ലൈക്ക് എനിക്ക് ഇഞ്ചക്ഷൻ വെക്കാൻ പോലും പേടിയാണ് എന്റെ ശരീരത്തിൽ എന്നുള്ള രീതിയിൽ. മീൻസ് ലൈക്ക് ഞാൻ അത്രയ്ക്കും വലിയ പേടിയുണ്ട് എനിക്ക്. സോ അവിടെ ചെന്ന് കഴിഞ്ഞ് നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് പോസ്റ്റിംഗ് തരുന്നു. പേഷ്യൻസ് പലതരം 18 വയസ്സുകാരൻ ഗാംഗ്രീൻ ഫുട്ടൊക്കെ ആയിട്ട് കാലൊക്കെ മുറിച്ച് കളഞ്ഞ് കിടക്കുക. അത് വേഴ്സ അമ്മ എന്നും കാണാൻ വരുന്നു. നമ്മൾ അവരുടെ മുറിവുകൾ, അപ്പൊ ഞാനൊക്കെ ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് മുറിവൊക്കെ ഇങ്ങനെ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ആക്ച്വലി എല്ലിന്റെ ഒരു പോർഷൻ കാണാം, ലൈക്ക് ഗാംഗ്രീൻ വന്നിട്ട് കാണാം. അപ്പം ആദ്യ തവണയൊക്കെ എന്റെ കൈയൊക്കെ ഇങ്ങനെ ഐസ് പോലെ ആയിപ്പോ. മനസ്സിലാക്കി എനിക്ക് ബേസിക്കലി ഇതിനോടൊരു ഇതില്ല. പിന്നെ കണ്ട് ഓരോ ആൾക്കാരുടെ ആ ഒരു ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കുറെ പേഴ്സ്പെക്റ്റീവ് ഒക്കെ മാറും. പിന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ നമുക്ക് എന്നാൽ എല്ലാവരുടെ ഉള്ളിൽ ഒരു പാഷൻ ഉണ്ട്. അപ്പൊ കൂടുതലും ആൾക്കാർ ഞാൻ കാണുമ്പോഴത്തേക്കും ഞാൻ കേട്ടൊരു ഡയലോഗ്, എടാ ഇനിയിപ്പോ നടക്കൂല, ഇനിയിപ്പം കെട്ടി പിള്ളേരൊക്കെ ആയി, ഇനിയിപ്പോ സീൻ മാറിയിടാ, ഇനിയിപ്പോ നമ്മളെ ലോക്കാണ്, ഇനിയിപ്പോ വിട്ടുകളാ. അപ്പൊ അങ്ങനെ കുറെ സിറ്റുവേഷൻ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം, മീൻസ് ലൈക്ക് എനിക്ക് ആ ഒരു സിറ്റുവേഷൻ വേണ്ട. മീൻസ് ലൈക്ക് ഐ വോണ്ട് ടു ലിവ് മൈ ലൈഫ് ആസ് വെൽ. പക്ഷേ ഇപ്പം ഈ ഒരു കാര്യം കാരണം, അല്ലെങ്കിൽ എന്നോട് കാര്യമില്ല, നമ്മൾ പല സാഹചര്യത്തിലുള്ള ആൾക്കാരായിരിക്കും. നമുക്ക് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നോക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാനിപ്പോ ഈ കേസിൽ പറഞ്ഞ പോലെ, ഇറ്റ്സ് ലൈക്ക് നമ്മളെ പപ്പയും മമ്മിയും നമ്മളെ നോക്കി ഇവിടം വരെ എത്തിച്ചു, നമ്മളത് കണ്ടു. എന്നിട്ട് നമ്മൾ നമ്മുടെ പാഷന് പുറകെ പോയി. ഓക്കെ, അവർ നമുക്കൊരു സമയം വരെ സമയം തരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനുവേണ്ടി പുഷ് ചെയ്യുമ്പോൾ ഒരു കാര്യം ആലോചിക്കേണ്ടത് അവർക്കും പ്രായമാവുകയാണ്. അപ്പൊ നമുക്ക് അവരോട് തിരിച്ചൊരു കടപ്പാടുണ്ട്. അപ്പൊ നമ്മൾ എത്ര സക്സസ്ഫുൾ ആയിട്ടും മമ്മിക്ക് ഒരു സാരി മേടിച്ചു കൊടുക്കാൻ പറ്റിയില്ലല്ലോ, നീ പപ്പിക്ക് ഒരു വള്ളിച്ചെരുപ്പ് കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സാധനം വെച്ചുകൊണ്ട് നമ്മൾ പിന്നെ എത്ര സക്സസ്ഫുൾ ആയിട്ടിരുന്നിട്ട് നമുക്ക് മനസ്സിനൊരു തൃപ്തി ഉണ്ടാവില്ല. കാരണം നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ നമ്മൾ വി ഹാവ് ടു ഡു, യുനോ, ചില കാര്യങ്ങൾ അങ്ങനെയാണ്. അതാണ് നമ്മളെ മനുഷ്യനാക്കുന്നത്. അപ്പൊ അങ്ങനെ ആക്കുന്ന ബേസിക് കാര്യങ്ങളോടെ നമ്മൾ മറന്നു പോവാണെങ്കിൽ എനിക്ക് തോന്നുന്നത് മനുഷ്യൻ എന്നുള്ളൊരു ഇതിൽ നിന്ന് മനുഷ്യന്റെ ഒരു മെയിൻ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, മനുഷ്യൻ എപ്പോഴും നമുക്ക് ഇച്ചിരി കണ്ണിച്ചോരയും പരിപാടികളൊക്കെ വേണം. അപ്പൊ ആ ഒരു ഫ്ലേവർ വളരെയധികം ഒരു സ്ട്രോങ് പാർട്ടാണ് നമ്മുടെ അച്ഛനമ്മ എന്നൊരു കാര്യം നമ്മളോട്. കാരണം നമ്മളിപ്പം ഇവിടുത്തെ കൾച്ചർ പോലല്ല, നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛനമ്മയൊക്കെ നമ്മളെ വേറെ രീതിയാണ് നോക്കുന്നത്. നമ്മളെല്ലാം പ്രൊട്ടക്റ്റഡ് ആണ്. അച്ഛൻ പോകുമ്പോൾ മക്കൾക്ക് കൊടുത്തിട്ട് പോകുന്നു. പുറത്തു നാട്ടിൽ അങ്ങനെയല്ല. സോ ഇവര് മക്കൾക്ക് വേണ്ടിയാണ് ഈ പണിയെടുക്കുന്നത്, അവരുടെ ലൈഫ് നോക്കുന്നില്ല. അപ്പൊ അങ്ങനെ നിൽക്കുന്ന പേരൻസിനോട് നമുക്കും തിരിച്ചു കൊടുക്കേണ്ട കുറച്ച് കാര്യമുണ്ട്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു ബാലൻസ് വരില്ല. ലൈഫ് ഈസ് ഓൾ അബൌട്ട് ബാലൻസ് എനിക്ക് തോന്നുന്ന. അല്ലെങ്കിൽ ആ ബാലൻസ് അങ്ങോട്ട് എത്ര ചെയ്താലും ആവൂല. സോ ദാറ്റ് മൈ ബി ദ റീസൺ ഐ തിങ്ക്, ലൈക്ക് ലൈഫിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, പാഷന് കൊടുക്കാം. പക്ഷെ എനിക്ക് അവരെ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു ചില ഉത്തരവാദിത്തങ്ങൾ ചെയ്യാതെ നമ്മൾ പാഷനോട്ട് കയറുമ്പോഴത്തേക്കും എത്ര ചെയ്താലും നമുക്ക് ഉള്ളിൽ നമുക്കൊരു പൊള്ളയായിരിക്കും. സോ ഐ തിങ്ക് മേ ബി ദാറ്റ്സ് ദ റീസൺ. കാരണം എല്ലാവരും ഇപ്പം ഫോർ എക്സാമ്പിൾ 1000 റാപ്പേഴ്സ് ഇപ്പൊ വന്നു, അല്ലെങ്കിൽ കേരള ഹിപ്ഹോപ്പ് സീനിൽ ഇപ്പൊ പെട്ടെന്ന് ഈ വരുന്ന 2-3 മാസത്തിന് ഒരു 30 റാപ്പേഴ്സ് വന്നെന്ന് ആലോചിച്ചു. ഈ 30 റാപ്പേഴ്സും ഡു യു തിങ്ക് ദാറ്റ് ദേ ആർ ഗോണ ബി ബിഗ് ആൻഡ് മേക്ക് മണി ആൻഡ് ദേ ആർ ഗോണ ടേക്ക് കെയർ ഓഫ് ദ ഫാമിലി വിത്ത് ദാറ്റ്? നോ, മേ ബി 1 or 2. അതും നമ്മുടെ സീൻ വളരെ ചെറുതാണ്. വലിയൊരു മാർക്കറ്റ് പെനിട്രേറ്റ് ചെയ്ത് അത്രയും സമയം എടുക്കും. അപ്പൊ ഈ തുടങ്ങിയ ആൾക്കാരൊക്കെ അപ്പത്തേക്കും അവരുടെ ടൈം കഴിയും. പക്ഷെ അത് താഴെയുള്ള ആൾക്കാർക്ക് അത് ബെനിഫിഷ്യൽ ആയിരിക്കും. So we have to think about all those things when we are, like നമ്മളൊരു ഡിസിഷൻ എടുക്കുമ്പോഴത്തേക്കും. സോ വെൻ യു ഹാവ് എ പാഷൻ ആൻഡ് ഇഫ് യു ഡോണ്ട് ഹാവ് ദ ഫൈനാൻഷ്യൽ സപ്പോർട്ട്, ഇറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി ടു പർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്. വിൽ സ്മിത്ത് പറഞ്ഞ പോലെ നിനക്കൊരു ഡ്രീം ഉണ്ട്, പ്രൊട്ടക്ട് ചെയ്യണം. അപ്പൊ നീ നോക്കണം വാട്ട് ഇസ് യുവർ പ്ലാൻ. മേ ബി യു വിൽ ഹാവ് ടു focus on something else for 3 years to get back on track. Otherwise you might not be able to do it in the future. It might not be possible. ഇതായിപ്പം. So I just took that decision. അപ്പം എന്റെ വീട്ടിലായാലും അവർക്ക് അങ്ങനെ ഇല്ല, ടൈം പാത്തിന് ചെയ്യും. ബട്ട് ആഫ്റ്റർ ദിസ് ഒരു സമയം കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടുകാർക്ക് ഒരു ഇതായി, ആടാ നിന്റെ കമന്റ് ഒക്കെ ഞാൻ നോക്കി, യൂട്യൂബ് അക്കൗണ്ട് മമ്മി ഒരു ഒക്കെ ഉണ്ടാക്കുന്നു, ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കുന്നു, എനിക്ക് ഫോളോവർ, these kind of things, they never were into these kind of things. So these kind of things happen that makes you feel good, like. Definitely. So these might be the rewards for me more than, like
I think there's some responsibilities as well. In this scene, ഇപ്പൊ നമ്മൾ തുടങ്ങും വരുന്ന ആൾക്കാരായതുകൊണ്ട് വരുന്ന ആർട്ടിസ്റ്റുകൾക്ക് നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടത് കാണിച്ചു കൊടുക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം ഈ 30 പേരിൽ 30 പേരിൽ 2 പേര് രക്ഷപ്പെടത്തുള്ളായിരിക്കുള്ളൂ. ബാക്കി 20 പേർക്ക് ഒരു ബാക്കപ്പ് ഇല്ലെങ്കിൽ ഇന്ത്യ പോലത്തെ രാജ്യത്തില്, കാരണം ഇവിടെ നമ്മൾ ഗ്രോ മാത്രമേ ഇപ്പൊ ചെയ്യുന്നുള്ളൂ, നമ്മൾ ബിഗിനർ സ്റ്റേജിലാണ്, വലുതായിട്ട് പിടിച്ചെടുക്കാൻ പറ്റുന്നിരിക്കത്തില്ല. പക്ഷെ അതേ സമയത്ത് നമ്മളൊരു മനുഷ്യനാണ്, വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, വീട്ടിൽ അരി മേടിക്കണം, ചോറ് നോക്കണം, വയസ്സാകുമ്പോഴത്തേക്ക് മരുന്ന് മേടിക്കണം, ഇൻഷുറൻസ് വേണം, വണ്ടിയുടെ അടവ് കാണും, വീടിന്റെ പണി കാണും. സോ യു ഹാവ് ടു തിങ്ക് അബൌട്ട് ഓൾ ദോസ് തിങ്സ്. അല്ലെങ്കിൽ വലിയൊരു വീഴ്ച ആയിരിക്കും. ഒരു ചെല്ലുണ്ട്, നമുക്ക് താങ്ങാൻ പറ്റുന്ന റിസ്ക് എടുക്കത്തുള്ളൂ. അല്ലാത്ത യു ഷുഡ് സീ എന്ത് കാര്യം വെച്ചാൽ നിങ്ങൾ റിസ്ക് ചെയ്യുന്നതെന്ന് ആലോചിക്കണം. താങ്ങാൻ പറ്റാത്താണെങ്കിൽ ഇറ്റ്സ് എ മണ്ടത്തരം. സോ ദാറ്റ്സ് വാട്ട് മൈ തിങ് ഈസ്. ഇതൊരു മെജോറിറ്റി പീപ്പിൾക്കുള്ള ഒരു ഇതായിരിക്കും, റാദർ ദാൻ ദാറ്റ് ഫൈനസ്റ്റ് ഒരു വിന്നർ കാട്ടിയും ഒരു സർവൈവർ എന്നുള്ള രീതിയിലുള്ള പ്രൊട്ടക്റ്റഡ് എന്നുള്ള രീതിയിൽ സേഫ് പ്ലേ ആണ് ഞാൻ പറയുന്നത്. റൈറ്റ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഇത് വെച്ച് ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ, ഇപ്പോൾ കേരള ഹിപ്പ് ഹോപ്പ് സീനൊക്കെ നോക്കുവാണെങ്കിൽ, ലൈക്ക് യു സെഡ്, ദ ഫസ്റ്റ് ഫ്യൂ പീപ്പിൾ ആദ്യം വരുമ്പോൾ ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഡിഫിക്കൽട്ട്. അത് എന്ത് ഇൻഡസ്ട്രിയിലാണെങ്കിലും വെൻ യു ട്രൈ ടു ഡു സംതിങ് ന്യൂ, യു ആർ നോട്ട് റെക്കഗ്നൈസ്ഡ് ഇൻ ദ ബിഗിനിങ്. ലൈക്ക് ഈവൻ യു ഹവ് ബീൻ അറൌണ്ട് ഫോർ എ ലോങ് ടൈം, യു ഹവ് ബീൻ ഡൂയിങ് ദിസ് ഫോർ എ വെരി ലോങ് ടൈം, റൈറ്റ്? പക്ഷേ ഇനി അങ്ങോട്ട്, ലൈക്ക് ഡു യു തിങ്ക് ദാറ്റ് people can survive just off of making music because of the internet and because of the way that everything is changing? പണ്ട് ഇപ്പം നമ്മൾ പഠിച്ച് വളർന്ന കാലം പോലെ അല്ല ഇപ്പോഴത്തെ. ഇപ്പോൾ പിള്ളേരൊക്കെ 18-19 years old, like Glen, I'll just take an example of Glen, someone I know, I spoke to. He's just 19, right? And he's but at the same time, like you were saying, he also has another plan. Like his main career is something else. Idu mathralla. And he was telling me the same thing, that idu etra varsham pogum. Like there are very successful people, but at the same time, somewhere there's also a thought that maybe ini angotulla future, adayathu ipo people wouldn't have to take conventional jobs like an engineer or a nurse or a doctor, and there is a way to kind of monetize your passion, and you don't really have to be extremely good for that as well. Maybe you just need 1,000 true fans എന്ന് പറഞ്ഞൊരു concept ഉണ്ട്. Maybe it's just that you need, maybe your Spotify listens and everything. It will not give you a millionaire lifestyle, but at the same time, if you're ഇപ്പം നമ്മുടെ ലൈഫിൽ ഇത്രയൊക്കെ മതി എന്നുള്ള ഒരു ഇതാണെങ്കിൽ, ഡെഫിനറ്റ്ലി ഐ തിങ്ക് ഇറ്റ് ഈസ് പോസിബിൾ ഇൻ ദ ഫ്യൂച്ചർ, മേ ബി അനദർ 2-3 years down the line. ബിക്കോസ് ഇപ്പോഴത്തെ ഈ ഒരു ലാസ്റ്റ് ഈ കോവിഡ് ഒരു ടൈം തൊട്ട് തന്നെ, ഇഫ് യു ലുക്ക് അറ്റ് ദ ഗ്രോത്ത്, that the hip hop scene in Kerala has grown because more people are listening to music now. So somewhere basically, I don't even know where I was going with this, but the point was that I think in the future, at least couple of years down the line, because of streaming platforms, there is a way to monetize it. It's more like you'll be that person who has a full-time job, who's successful, and when it's free time he does his passion, but he'll get paid for it. That kind of a thing. ഒരു ചെറിയൊരു ചെക്ക് പോലെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇഷ്ടമുള്ളൊരു, നമ്മൾ ഇഷ്ടമുള്ളപ്പോൾ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നു, കളിക്കാൻ നമുക്ക് ഇഷ്ടമാണ്, പക്ഷെ ആ കളിക്കുന്നതിന് നമുക്ക് പൈസ കിട്ടുന്നു. സോ ആ ഒരു ഫീൽ എടുത്താൽ മതി മ്യൂസിക്കിന്, റാദർ ദാൻ ലൈക്ക് ഇപ്പൊ ഇങ്ങനെ ഇപ്പൊ പറയുന്ന ഒരു ആൾക്കാരുണ്ടല്ലോ, ഇപ്പൊ മെജോറിറ്റി എന്നുള്ള ആൾക്കാർ. കാരണം നമ്മള് അതല്ലാതെ ഫുള്ളിയിട്ട് നമുക്ക് ചിലപ്പം എല്ലാവരുടെ വീട്ടിലെ സാഹചര്യം ഒന്നായിരിക്കത്തില്ല. അപ്പം ചിലവർക്ക് നേരെ പോകാനുള്ള ഇത് കാണാം, മ്യൂസിക് സ്കൂളിൽ പോയി പഠിക്കാം, അല്ലെങ്കിൽ അവർക്ക് ഒരു ബാക്കപ്പ് കാണും, അല്ലെങ്കിൽ അച്ഛന്റെ ബിസിനസ് ഉണ്ട്. സോ ദർസ് നത്തിങ് ലൈക്ക്. സോ നമ്മളെല്ലാം പല സ്ഥലത്തു നിന്ന് വരുന്നതുകൊണ്ട് നമുക്ക് അവരവന്റെ സാഹചര്യം അനുസരിച്ച് നമുക്ക് ഇത് ഇപ്പം എന്നെ പോലെ ചിന്തിക്കണം എന്നില്ല, ഒരു ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ട് ഒരാളെ പോലെ ചിന്തിക്കണം എന്നില്ല. അയാൾക്ക് ഡെഫിനറ്റ്ലി അയാൾക്ക് അതിനുള്ള ഒരു ബാക്കപ്പ് ഉണ്ട്, അയാൾ ഡെഫിനറ്റ്ലി അയാളുടെ പാഷൻ ഫോളോ ചെയ്യണം. ബട്ട് വെൻ യു ഡോണ്ട് ഹാവ് സംതിങ് ലൈക്ക് ദാറ്റ്, I would always say that like make sure that like you do your basic first ഉള്ള റെസ്പോൺസിബിലിറ്റീസ് നോക്കുക, എന്നിട്ട് പോവുക. So it is different upon the I think it's all about perspective, right? Ellarrem sahacharyam perspective are all different, and what you said makes especially people like us who come from middle class families, or lower middle class or upper middle class, it's very important for us to have that monthly or income coming in to make sure that it goes on, right? I mean, what you said, it makes a lot of sense. Another thing that എനിക്ക് ചോദിക്കാൻ ഉണ്ടായിരുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, how has your perspective changed since COVID, ആ ഒരു, especially since you are someone who's very much now in the front lines having to do something like this, you're risking your life on a regular basis. Like എന്താണ്, like what are your experiences? അല്ലെങ്കിൽ because ആ വീട്ടിലിരിക്കുക പ്ലീസ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ടല്ലോ, that was so genuine. Like
people had to listen to it, even if it was your hater, someone who doesn't like your music, but just the message that you had in that, that we don't know anything about this. And even now after 4 or 5 months, we are kind of still, in the same situation. What is it that, has changed in your life, since COVID has come out? കാരണം ഇപ്പൊ കോവിഡ് തുടങ്ങിയ സമയത്തൊക്കെ ഇപ്പം നമുക്കറിയില്ല, ഇപ്പം ലോക്ക്ഡൌൺ ആയി എന്ന് പറഞ്ഞു. ഇവിടെ ഇപ്പൊ ഇന്നലെ തൊട്ട് പിന്നെയും ലോക്ക്ഡൌൺ ആയി, ഡബ്ലിനൊക്കെ ലോക്ക്ഡൌൺ ആയി. ഇന്നലെ രാത്രി 12 മണിയിട്ട് ഇവിടെയും 100-200 കേസൊക്കെ ആയിരുന്നു ഡെയിലി, ഇന്നലെയും മെനങ്ങാന്നൊക്കെ. സോ അതുകൊണ്ട് ഇവിടെയും സീരിയസ്, ചെറിയൊരു രാജ്യമല്ലേ. അപ്പൊ അങ്ങനെ ഞാൻ എന്താ പറഞ്ഞോണ്ടിരുന്നത്, ഞാൻ മറന്നുവല്ലോ. നമ്മള് കോവിഡിന്റെ കാര്യം പറയായിരുന്നു. എങ്ങനെയാണ് യുവർ പെർസ്പെക്ടീവ് ഓഫ് ലൈഫ് ഹാസ് ചേഞ്ച്ഡ്? അപ്പൊ ഞാൻ ഡ്യൂട്ടിക്കൊക്കെ പോകുന്ന സമയത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനെ മറ്റേ ഒരു ചെറിയൊരു ബാരിക്കേഡ് പോലത്തെ ഇങ്ങനെ പോലീസിന്റെ ഓരോ സ്ഥലങ്ങളുണ്ട്, അവിടെ നിർത്തിയിട്ട് അവരിങ്ങനെ നോക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെ ID കാണിക്കണം, എന്തെല്ലാം ചെക്ക് ചെയ്തിട്ട് നമ്മളെ ലെറ്റർ കാണിച്ചാൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. സോ ദീസ് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ഒന്നും എനിക്ക് ഫസ്റ്റ് ടൈം ആണ്, മീൻസ് എന്നിട്ട് ഇത് ഭയങ്കര ഇപ്പൊ നമ്മളവിടെ ആൾക്കാർക്ക് വന്നു തുടങ്ങി. സോ ആ ഒരു PPE ഇട്ടിട്ടൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇറ്റ്സ് വെരി ഹാർഡ്, ഒരു സാഡ് സിറ്റുവേഷൻ ആണ്. കാരണം നമ്മൾ കാണാം ഇപ്പം വീക്കർ, ഇപ്പൊ ഞാൻ വെക്കുന്ന സ്ഥലത്തായാലും പ്രായം ഉള്ള കുറച്ച് പേരൊക്കെ പോയി. അപ്പൊ അവര് കുറച്ചു കാലം ജീവിച്ചിരുന്നേനെ. അപ്പൊ അവരൊക്കെ നമ്മൾ അറിയാവുന്ന ഇപ്പൊ അങ്ങോട്ട് ഇങ്ങോട്ട് പോകുമ്പോ ഹലോ ഹായ് ഒക്കെ പറയുമ്പോഴത്തേക്ക് ഞാൻ ഒരു കമ്മ്യൂണിറ്റി ഹൗസ് പോലത്തെ സെറ്റപ്പ് ആണ്. അപ്പൊ അവിടെ കുഞ്ഞു കുഞ്ഞു വീടുകളാണ്. അപ്പൊ ഒരു കൂട്ടം വീടുകളാണ് ഇപ്പം ഒരു സെന്റർ എന്നുള്ള രീതിയിൽ. അപ്പൊ അങ്ങനെ അത് നോക്കണം. അപ്പം അവിടെ ആ വീട്ടിൽ താമസിക്കുന്നവരൊക്കെ നമുക്കറിയാം, അങ്ങോട്ടും ഇങ്ങോട്ടും പാർക്കിൽ പോകുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അപ്പൊ ഒരു വലിയൊരു കോമ്പൗണ്ടാണ്. അപ്പൊ അങ്ങനെ കാണുമ്പോഴത്തേക്കും അവര് പെട്ടെന്ന് പോയി, അവർക്ക് കോവിഡ് ആയെന്ന് അറിയുന്നു. നമ്മളൊരു 2 ഷിഫ്റ്റ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും, ഒരു നൈറ്റ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും അയാളില്ല. അപ്പം അത്രയും പെട്ടെന്ന് അവര് ഹെൽത്ത് ഡൗൺ ആയിട്ട് മരിച്ചു പോവുക. അപ്പം നമുക്കിപ്പം നമ്മുടെ ഫാമിലിയിൽ ഒരാൾ പോയില്ലെങ്കിലും ആ ഒരു ഫീൽ ഉണ്ടല്ലോ, ഭയങ്കര അധികം നമ്മൾ ബ്ലൂ ആയി പോകും ഭയങ്കര അധികം. എന്നിട്ട് വീട്ടുകാരെയൊക്കെ അറിയാം, അവര് നമ്മളെ വിളിച്ചു ചോദിക്കുമ്പോൾ വീട്ടുകാരുടെ അടുത്ത് ഈ ന്യൂസ് നമ്മൾ ബ്രേക്ക് ചെയ്യണം, അവിടുത്തെ കാര്യം, പിന്നെ അവരോട് ഇമോഷണൽ ഫാമിലി സപ്പോർട്ട്, ആ കാര്യങ്ങൾ അത് സീനാണ്. അപ്പം അങ്ങനത്തെ പിന്നെ ഇപ്പം നമ്മൾ കേൾക്കുന്ന വാർത്തകളായാലും ന്യൂസ് തുറക്കാൻ തോന്നാത്ത ഒരു വിഷമം. എല്ലാവരും സാഡ് മോഡിലോട്ട് പോയി. ഹോൾ വേൾഡ് വെന്റ് ടു സാഡ്, ക്വയറ്റ് ആൻഡ് സാഡ് മോഡ്, വേർ പീപ്പിൾ വെയർ അറ്റ് ദ സെയിം ടൈം കുറെ ഇപ്പൊ ഇതിന്റെ ഒരു കൊളാട്രൽ ഡാമേജ് ആയിട്ട് തന്നെ പറയാം. ഇപ്പം സൂയിസൈഡും ഡിപ്രഷനും കൂടുന്നു, കുറെ സൈഡിൽ അങ്ങനത്തെ പ്രശ്നം വരുന്നു. ഇപ്പൊ കുറെ നെഗറ്റീവ് എനർജിയും ഫ്രസ്ട്രേഷൻ പല രീതിയിൽ ഇങ്ങനെ വെന്റ് ഔട്ട് ആണ് ഭൂമിയുടെ പല ഇമോഷണൽ ലെവലിൽ നിന്ന്. സോ അതൊക്കെ ഇങ്ങനെ കാണുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും ലൈക്ക് ഹൗ മച്ച് ഇറ്റ് ഹാസ് എഫക്റ്റഡ് ഇൻ ജനറൽ. പിന്നെ ജോലികൾ പോകുന്നു, ആൾക്കാർ മരിക്കുന്നു. സോ ഇറ്റ്സ് ബേസിക്കലി 2020 ഒരു സാഡ് ഇയർ ആണ്. ഐ ഹോപ്പ് ഇനി ശരിയാകും എന്നുള്ള. ഇപ്പം എനിക്ക് തോന്നുന്നു ആൾക്കാർ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി, എല്ലാവരും ഇതങ്ങ് അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. ലൈക്ക് നോർമൽ ലൈഫ് സ്റ്റൈൽ പോലെ ആയി. ഇപ്പോൾ ഇവിടെ ആണെങ്കിലും ഇപ്പോൾ ഇത്തരം കേസസ് ഒക്കെ ഇപ്പോൾ ഒരു 3000 കേസ് ഉണ്ടായിരുന്ന സമയത്ത് വേഴ്സസ് ഇപ്പോൾ 90,000 കേസസ് ഉള്ള ഒരു സമയത്ത്, ബിക്കോസ് ഇറ്റ്സ് ബീൻ സോ ലോങ്, ഇപ്പോൾ ആൾക്കാരൊക്കെ നോർമലി പുറത്തോട്ടൊക്കെ ഇറങ്ങുന്നുണ്ട്. ട്രാഫിക്, ഇവിടെ ബാംഗ്ലൂരിലെ ട്രാഫിക് കേട്ട് കാണുമല്ലോ. അപ്പോൾ ഇവിടെ ട്രാഫിക് ആസ് യൂഷ്വൽ ആണ്, ആരും ജോലിക്കൊന്നും പോകുന്നില്ല. ആസ് ഇൻ അറ്റ്ലീസ്റ്റ് എന്നെ പോലെ IT ജോലി ചെയ്യുന്നവർ വി ഡോണ്ട് ഹാവ് ടു ഗോ ടു വർക്ക്, എല്ലാം വീട്ടിൽ നിന്ന് തന്നെയാണ്. ബട്ട് എന്നാലും ദർ ഇസ് സ്റ്റിൽ എ ലാർജ് പാർട്ട് ഓഫ് ദ പോപ്പുലേഷൻ ഹു ഹാവ് ടു ഗോ ടു വർക്ക്, ബട്ട് they're trying to live their normal lives, because എത്ര കാലം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഇങ്ങനെ ഇരിക്കുന്ന. ആൻഡ് ലൈക്ക് യു സെഡ് ഡിപ്രഷൻ, മെന്റൽ ഹെൽത്ത്, ഓൾ ദീസ് തിങ്സ് നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്നത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ്. ആൻഡ് ഇറ്റ്സ് നോട്ട് സംതിങ് ഇപ്പോൾ നമ്മുടെ പേരൻസ് ആണെങ്കിലും നമ്മുടെ ജനറേഷൻ ആണെങ്കിലും ഇതൊന്നും കണ്ടിട്ടില്ല എന്ന് വരെ. സോ നൺ ഓഫ് us know എന്താണ് ഹൗ ഡു യു മൂവ് ഫോർവേഡ്. വെൽ ബേസിക്കലി ഇപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ലൈക്ക് ഇപ്പം വാക്സിൻ ഇപ്പൊ ഇവർ വന്നു എന്ന് പറഞ്ഞാലും ഇപ്പം നമ്മൾ പല വാർത്തകളിലൂടെ പല ന്യൂസുകൾ കേൾക്കുകയാണ്. വാക്സിൻ ആയില്ല, ചിലർ വാക്സിൻ വന്നാലും തന്നെ അതൊരു എല്ലാ ഇൻ ജനറൽ ആയിട്ട് ആൾക്കാർക്ക് അവൈലബിൾ ആവാൻ പിന്നെയും പിടിക്കും ഒരു ടൈം, ഒരു ലോങ്ങർ ടൈം. അപ്പൊ ഇവിടെ ഇപ്പൊ നമുക്ക് പറഞ്ഞേക്കുന്ന ഒരു 6 മാസം കഴിയുമ്പം എല്ലാം ഓക്കെ ആവും, റോഡ്സ് ഒക്കെ ബാക്ക് ടു നോർമൽ ആവും എന്നുള്ളൊരു ന്യൂസ് ഇപ്പൊ ഞാനും നമ്മൾ ഫ്രണ്ട്സ് ഒക്കെ ട്രാവൽ ചെയ്തപ്പോൾ നമ്മൾ സംസാരിച്ച് പറഞ്ഞൊരു കാര്യമാണ്. എടാ ഇങ്ങനെ കേട്ടായിരുന്നു, ഇങ്ങനത്തെ കാര്യം വന്നാൽ 6 മാസത്തിനുള്ളിലെല്ലാം 6 മാസം വരെ ഇച്ചിരി സീനായിരിക്കും. അപ്പം എല്ലാവരും ഇങ്ങനെ പല ന്യൂസ് പറയുന്നു. ബട്ട് അൺലെസ് ആൻഡ് അൺടിൽ നമുക്കൊരു ടാഞ്ചിബിൾ ആയിട്ടൊരു സാധനം കിട്ടാതെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പം സത്യം പറഞ്ഞാൽ നമുക്കിപ്പം ഒന്നും അറിയില്ല എന്നുള്ളത് ഇപ്പോഴും നമ്മൾ ആ ഒരു സ്റ്റേജിലാണ്. സോ ഇത് ലൈഫിന്റെ ഒരു ഭാഗം എന്നുള്ള രീതിയിൽ പോവുക. നമ്മള് ഹ്യൂമൻസിന്റെ അതല്ലേ, നമ്മൾ ഇവോൾവ് കൂടെ ആകും എന്നുള്ള രീതിയിൽ. റൈറ്റ്. ആൻഡ് ഇപ്പൊ നമുക്കിപ്പോ അറിയാവുന്ന ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇസ് ഓൾ ലൈക്ക് വെയറിങ് എ മാസ്ക് ആൻഡ് സോഷ്യൽ ഡിസ്റ്റൻസിങ്. അതൊക്കെ ഇപ്പോ to kind of like try to improve the situation at least കുറച്ചെങ്കിലും. So
now, നമ്മളിപ്പം we spoke about very serious stuff, so let's bring it, to a different subject. ഇപ്പം സംതിങ് ദാറ്റ് റീസെൻ്റ്ലി ഇപ്പോൾ നമ്മുടെ കേരള ഹിപ്പ് ഹോപ്പ് സീനിൽ ഒരുപാട് ഡിസ്ട്രാക്ട്സ് ഒക്കെ വരുന്നുണ്ട് അല്ലേ? ആൻഡ് യു ആർ ഓൾസോ എ പേഴ്സൺ ഹൂസ് ബിൻ പുട്ടിങ് ഔട്ട് എ ലോട്ട് ഓഫ് ഡിസ്ട്രാക്ട്സ് ആൻഡ് ലൈക്ക് ഐ തോട്ട് ഇഫ് യു ആർ ഓക്കെ വിത്ത് ഇറ്റ്, നമുക്ക് അതിനെക്കുറിച്ച് ഐ വോണ്ട് ടു ആസ്ക് യു ഇഫ് ദാറ്റ്സ് ഓക്കെ. ടു മൈ ഹേറ്റേഴ്സ് എന്നുള്ള വീഡിയോയിൽ യു ആർ ടോക്കിംഗ് അബൌട്ട് പീപ്പിൾ കമ്മിങ് ആൻഡ് വളരെ അബ്യൂസീവ് ആയിട്ട് സംസാരിക്കുന്നു. സോ ഐ തിങ്ക് അതിന്റെ ഒന്നും ഒരു ആവശ്യവും ഇതിൽ കാണുന്നില്ല. ലൈക്ക് ഇറ്റ്സ് ഫൺ, ലൈക്ക് അൾട്ടിമേറ്റ്ലി ഇറ്റ്സ് ഫൺ. ലൈക്ക് വാട്ട് ഇസ് ദിസ്? ചിലവര് ഐ തിങ്ക് ലൈക്ക് സം ഓഫ് ദം പീപ്പിൾ ലൈക്ക് ചിലവർ ഇപ്പം ഭയങ്കര അധികം ചിലവർക്ക് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ രാവിലെ ഇപ്പം വോയിസ് മെസ്സേജ് ഒക്കെ ഇങ്ങനെ ഭയങ്കര ദേഷ്യപ്പെട്ടിട്ടൊക്കെ നിന്നെ കണ്ടോളാടാ, നീങ്ങ് വാടാ, മറ്റേ വർഷം എന്നൊക്കെ പറഞ്ഞയക്കാം. അപ്പൊ ഞാൻ ആലോചിക്കുമ്പോഴത്തേക്കും ഈ പറയുന്ന പുള്ളിക്ക് എന്നെ അറിയത്തില്ല, എന്നെ കണ്ടിട്ടില്ല, എന്റെ പാട്ട് കേട്ടിട്ട്, അല്ലെങ്കിൽ എന്റെ ഇപ്പം എന്റെ ഇവൻ ഇങ്ങനെ ചെയ്ത് ഇഷ്ടപ്പെടുന്നില്ല, ഇവൻ ഇങ്ങനെ ശരിയായില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ അവർ ആ ഒരു ചെറിയൊരു കാര്യത്തിന്റെ വേണ്ടിയിട്ട് ഇത്രയും നെഗറ്റീവ് തരുമ്പോഴത്തേക്ക് ഞാൻ ആലോചിക്കുന്നത് ചിലപ്പം അവർക്ക് ലൈഫിൽ ഒത്തിരി ഓൾറെഡി പ്രശ്നങ്ങൾ കാണും, അവർക്ക് വെന്റ് ഔട്ട് ചെയ്യാനുള്ള ഒരു സാധനമാണ്. അപ്പൊ അവർക്ക് മ്യൂസിക് ആകുമ്പോഴത്തേക്കും ഒരു കമന്റ് അങ്ങ് കുറെ തെറിയം കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്കൊരു തൽക്കാല സമാധാനം എന്നുള്ള രീതിയിലുള്ള ആൾക്കാരാണ്. അപ്പം അവർ ആ ഒരു വെന്റ് ഇതിലൂടെയാണ് ഉപയോഗിക്കുന്നത് എനിക്ക് തോന്നുന്നു. സോ അത് നമ്മൾ മാറ്റർ ചെയ്യേണ്ട കാര്യമില്ല, അങ്ങനെ പറയേണ്ടവർ എന്തായാലും പറയും. ഐ തിങ്ക് വേറൊരു സംഭവം ഞാൻ നോട്ടീസ് ചെയ്തെന്ന് പറഞ്ഞാൽ, ഇപ്പം യൂട്യൂബ് വീഡിയോസിൽ ഇപ്പം നമ്മുടെ പാട്ടിന്റെ അടിയിൽ ആരെങ്കിലും നെഗറ്റീവ് കമന്റ് പറയുവാണെങ്കിലും you go and make sure to like it. Okay, that's something I noticed, and I was like, which is something very different than what sadharna the way people think, right? I mean, it's very hard to take something negative and turn it into something positive, which you're trying to do right now. So it's all about perspective, like ഇപ്പൊ നമ്മുടെ ലൈഫിൽ ഇപ്പൊ നമുക്കൊരു ഇത് കാണും, ചിലപ്പോൾ മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങൾ ആക്ച്വലി ഇറ്റ്സ് വെരി ഫണ്ണി ഫോർ യു and you just smile at it, and that that like will be my smile in the I'll be actually having like a good time reading it, like I take it in that sense. It's not like a negative comment. അവര് പറയണം എടാ ശരിടാ, എടാ പോടാ ഇതോടാ, I will be like laughing. I'm having like 10 songs ready and we have pick up like കാരണം ഇതൊരു ഇൻഡിപെൻഡന്റ് സീനാണ്. സോ ഇത് ചെറിയ നമ്മുടെ യുദ്ധങ്ങൾ പോലെയാണ് എന്ന് വെച്ചാൽ നമുക്ക് വലിയ പിടിപാടത്തില്ല, ഒന്നുമില്ല, നമ്മൾ സ്വന്തം ഇൻഡിപെൻഡന്റ് മ്യൂസിക് കൊടുക്കാണ്. സോ അപ്പുറത്തൊരു ടീം ഇപ്പുറത്തെ ടീം തമ്മിലുള്ള ചുമ്മാ ഓരോ കോലുകളികൾ. I think that ആ ഒരു കോമ്പറ്റീറ്റീവ് ഒരു സ്പിരിറ്റ് ഉള്ളതും it boosts you also and the person on the other side also. So it's ultimately, I think it definitely motivates you to make sure to always put limits, like exactly. Exactly. Yeah. So the other thing, like when you're talking about being an independent artist, like ipo video ഇറക്കുമ്പോഴും one thing that I noticed is വളരെ ക്വാളിറ്റിയോടെയാണ് ഇപ്പോൾ കണ്ടന്റ് വരുന്നത്. സം ഓഫ് ദ വിഷ്വൽസ് ഓഫ് യുവർ വീഡിയോസ്, ലൈക്ക് ഇറ്റ് ഈസ് സുപ്രീം, ലൈക്ക് extremely good. So how difficult is it? I know you have probably friends like Vaishak who does most of your videos, and extremely talented. Like എനിക്ക് എൻ്റെ മനസ്സിൽ വരുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഇപ്പം even though hip hop is new in Kerala, the amount of talent, the amount of standard that is already there, and it's only going to get better from this. അപ്പോൾ എത്ര difficult ആണ് for you to create these kind of videos, and does it come at a huge cost that it's like ഈ വേറൊരു വീഡിയോ എന്നുള്ള ഇൻകം വെച്ച്, അല്ലെങ്കിൽ you have an income now and you are spending a lot of that on making sure your tracks are really good? Like how difficult is that being an independent artist? Well, ഇപ്പം നമ്മൾ പറയാം, ഇപ്പം നമ്മളിപ്പോ ഒരു പാട്ടിന് പ്ലാൻ ചെയ്യുന്നു. സോ like you might be also having friends. So when I started, ഞാൻ ഈ ഒരു ഗ്യാപ്പ് എടുത്തിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും like I actually met a good few people. നമ്മൾ ആദ്യം ഫ്രണ്ട്സ് ആയി, and then we started working എന്നുള്ള രീതിയിൽ. ഇപ്പൊ വൈശാഖും ഇവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ്. ഇപ്പൊ ഇവിടെ വന്നിട്ട് വൈശാഖിനെ പരിചയപ്പെട്ടു. എന്റെ ഫ്രണ്ട് വീട്ടിൽ താമസിച്ച ആളാണ്. അപ്പൊ അവൻ പറഞ്ഞടാ ഇവൻ ഇങ്ങനത്തെ ഒരു ട്രാവലിന്റെ ഒക്കെ ഒരു ഭ്രാന്തുണ്ട്, ഇവന്റെ വർക്ക് നീ കണ്ടു. അങ്ങനെ വൈശാഖിനെ പരിചയപ്പെട്ടു. സോ ഇറ്റ് ഇസ് ലൈക്ക് എ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ്. വൈശാഖ് ലൈക്സ് മൈ സോങ്സ്, ഹി ലൈക്സ് ടു ഡു വീഡിയോസ്, ഹി ഡസ് ഫോർ മീ. There is no money involvement in it. ഞാൻ ഒരുമിച്ച് പോകുന്നു, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൈസ അവൻ കൊടുത്ത, ഉച്ചക്കുള്ള പൈസ ഞാൻ കൊടുക്കും. സോ ആ കൈൻഡ് ഓഫ് തിങ്. പിന്നെയാണ് ഞാൻ VMK പരിചയപ്പെടുന്നത്. വിഷ്ണു എന്ന പേര് ഇപ്പം എന്റെ കുറെ വീഡിയോസ് ഈക്വലി VMK ചെയ്യുന്നുണ്ട്. സോ ഹീസ് ഓൾസോ എക്സ്ട്രീംലി ടാലന്റഡ് പേഴ്സൺ, വെരി പ്രൊഫഷണൽ, ആൻഡ് ഹീസ് ഇപ്പം നമ്മൾ നല്ല കൂട്ടുകാരാണ് ഇപ്പൊ വർക്ക് ചെയ്തപ്പം. സോ VMK സംബന്ധിച്ചുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു പാട്ട് കൊടുത്തിട്ട് ഞാൻ എഴുതിയപ്പോൾ ഉള്ള ഒരു ഐഡിയ ഞാൻ പറയണടാ, ഇതൊക്കെ അതിന്റെ തലയ്ക്കകത്ത് വന്നത്. മഞ്ഞ് മല അവളിങ്ങനെ
തിരിഞ്ഞു നിൽക്കുന്നു, ഈ കണ്ട ഐഡിയാസ് ഒക്കെ പറഞ്ഞു. അപ്പൊ ഇതനുസരിച്ച് പുള്ളി എടാ ഇങ്ങനെ വന്നിട്ട് വീടിന്റെ അടുത്തുള്ള സ്ഥലങ്ങളാണ്, അപ്പൊ നമുക്ക് വലിയ എക്സ്പെൻസ് ആവത്തില്ല എന്നുള്ള രീതിയിൽ. അപ്പം ആദ്യം നമ്മൾ ഇറ്റ് ഡിപെൻഡ്സ് അപ്പോൺ ലൈക് PMK വിൽ ഡെലിവർ ദാറ്റ് തിങ്. അപ്പൊ നമ്മളിപ്പോ അവനൊരു പേയ്മെന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഡെലിവർ. ഇപ്പം ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ കൊളാബറേറ്റ് ചെയ്യുന്ന ആർട്ടിസ്റ്റ് ഇപ്പം നമ്മളിപ്പം ചെയ്യുമ്പോഴത്തേക്കും അവരുമായിട്ട് കാശിന്റെ ഇൻവോൾവ്മെന്റ് ഒന്നും ഇല്ല. ഇപ്പം ഫെലോ റാപ്പേഴ്സുമായിട്ട് അങ്ങനത്തെ സീൻസ് ഒന്നും ഇല്ല, ബീറ്റ് പ്രൊഡ്യൂസർ ഇല്ല. ബട്ട് ലൈക് യൂഷ്വലി വെൻ ഐ വർക്ക് ലൈക് ഇറ്റ്സ് ബീറ്റ് പ്രൊഡ്യൂസർ ഐ മേക്ക് ഷുവർ ദാറ്റ് ഐ പേ ദം ലൈക് ആ സമയത്തുള്ള ഒരു ചാർജ്. സോ ലൈക് ഇറ്റ്സ് ഓൾവേസ് ക്ലീൻ, ഇറ്റ്സ് യുവർ വർക്ക്, ലൈക് ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു ലൈക് ടു പേ എന്നുള്ളൊരു കാര്യം നമ്മൾ കൊണ്ടുവരണം. നമ്മുടെ ഫ്രണ്ടാന്ന് ഓർത്ത് നമ്മൾ ഒരിക്കലും പേ ചെയ്യാതിരിക്കരുത്. ഐ വുഡ് സേ ഇഫ് യു ആർ pay, give him something because he did something. കാരണം അതൊരു അപ്രീഷിയേഷൻ ആണ്. സോ ഇറ്റ്സ് കൈൻഡ് ഓഫ് മ്യൂച്വൽ റെസ്പെക്ട്. ഇപ്പൊ നമ്മൾ അവരൊരു മിക്സ് മാസ്റ്റർ അല്ലെങ്കിൽ നമുക്കൊരു സാധനത്തെ കമ്പോസ് ചെയ്യുന്നത്, അപ്പം ഇറ്റ്സ് ഓൾവേസ് ഒരു മ്യൂച്വൽ ഗ്രോത്ത് ആണത്. അങ്ങനത്തെ അതൊരു കൾച്ചർ പോലെ ആവണം. മീൻസ് ലൈക്ക് ഒരാൾ ഒരു പണി ചെയ്യുമ്പോൾ അയാൾക്ക് അതിനുള്ള ഇത് കിട്ടണം എന്നുള്ളൊരു രീതിയിൽ. ലൈക്ക് ഹെൽപ്പ്, ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ഹെൽപ്പിംഗ്, ഐ എം ജസ്റ്റ് ടെല്ലിംഗ് അബൌട്ട് do some professional work, like like when this person is getting, ipo njan benefited aavaണെങ്കിൽ I'll make sure that like the guys who work with me also get benefited ennolla reethil. So that kind of a thing നമ്മൾ കൊണ്ടുവരണം. എന്നാലും ഗ്രോ ചെയ്യും. ഒരാൾ വന്ന് നമ്മളെ സേവ് ചെയ്യാനൊന്നും പോണില്ല. ചിലപ്പോൾ വലിയ ആർട്ടിസ്റ്റ് വന്ന് ചിലപ്പോൾ 1-2 ആർട്ടിസ്റ്റ് സേവ് ചെയ്തിട്ട് പോകും. ബാക്കി നമ്മൾ സ്വയമായിട്ട് പൊങ്ങി വരേണ്ടത് സ്വയമായിട്ട് പൊങ്ങി വരട്ട് തന്നെ ചെയ്യണം. സോ ലൈക്ക് ഇറ്റ്സ് അപ് ടു യു. ട്രൈ, എല്ലാ ഡോറും നോക്ക് ചെയ്ത് നോക്കുക. ഇങ്ങനെ ആയില്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നുള്ള രീതിയിൽ നമുക്കും വേണ്ട ഇങ്ങനത്തെ ഒരു സാധനം എന്നുള്ള കാര്യം. കാരണം ഇതൊരു വേറെ വൈബല്ലേ യങ്സ്റ്റേഴ്സിന്റെ ഒരു സാധനം. ഒരു ഒത്തിരി തന്നെ ഉണ്ടല്ലോ ഇൻഡിപെൻഡന്റ് മ്യൂസിക്. ഇപ്പം നമുക്കിപ്പം ജമൈക്കൻ അല്ലെങ്കിൽ നമ്മളെ സോങ്സ് എടുക്കാം. അതിലും കുറെ കാര്യങ്ങൾ നമുക്ക് ഇതിൽ ട്രൈ ചെയ്യാനുണ്ട്, കുറെ കാര്യങ്ങൾ. സോ ഐ എം ട്രൈങ് എവറിത്തിങ്. ലൈക്ക് എനിക്ക് ട്രോപ്പിക്കൽ മ്യൂസിക് ട്രൈ ചെയ്യണം, റാപ്പ് ബൂം ബാപ്പ് ചെയ്യണം, എല്ലാം ട്രൈ ചെയ്യണം. അപ്പൊ ഇതിൽ ക്ലാസിക്കൽ ഇട്ട എങ്ങനെ ഇരിക്കും. സോ ഇപ്പൊ വരുന്നൊരു ട്രാക്കിൽ അങ്ങനത്തെ കാര്യം ചെയ്തിട്ടുണ്ട്. സോ വി ആർ ജസ്റ്റ് കളിക്കുന്ന പോലെ എക്സ്പെരിമെന്റിംഗ്. It's fun actually. That's the most beautiful part. When you talk about this specific thing, എന്റെ മനസ്സിൽ വന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വേരിയസ് സെറ്റ് എന്ന് പറഞ്ഞൊരു ട്രാക്കാണ്. ലൈക്ക് യു നോ 39 artists and 10 languages, right, if I'm not wrong. Appo I think a lot of the time, you know, you talk about brotherhood and making sure that you help people out, you know. ഇപ്പോൾ ഒരുപാട് ടാലന്റഡ് ആൾക്കാരുണ്ട് who maybe don't even get an opportunity. They're just sitting at home. Maybe they don't have the means to do it. And you really believe in trying to help out people who are talented. And that was an example of various you get to be exposed to a lot of, like, your followers get exposed to a lot of other, and I have that's the thing. അതാണ് കാരണം നമ്മളിപ്പം വി ഓൾവേസ് തിങ്ക് ലൈക്ക് ഞാൻ മാത്രം ചെയ്താൽ ഞാൻ ദാറ്റ് ഇസ് നോട്ട് ഹൗ. ഈ ഒരു കൾച്ചറിൽ നമ്മൾ വി ടേക്ക് കെയർ ഓഫ് ഈച്ച് അതർ എന്നുള്ള രീതിയിൽ നമ്മൾ അപ്പൊ അത് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഗ്രോ ആവണം. ഇപ്പം ഞാൻ ഒരു കാര്യം പറ്റേ, നമ്മുടെ ഇപ്പം എനിക്കൊരു ചെറിയ കടയാണ്, അതിൻ്റെ അടുത്തൊരു വലിയ ബിൽഡിംഗ് വന്നു. അപ്പൊ ചെറിയ കടയ്ക്ക് അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ട്. ഓക്കെ, ചെറിയ കട ഓക്കെ. സോ അങ്ങനെ ഇത് ഗ്രോ ചെയ്യണം. പിന്നെ ആ വലിയ ബിൽഡിംഗ് ഡബിൾ ആവും. അപ്പോഴും ഈ ചെറിയ കട കൂടെ ഗ്രോ ആണ്. സോ സംഹൗ ലൈക്ക് വി ആർ ഹെൽപ്പിംഗ് ഈച്ച് അതർ. ഈ വലിയ ബിൽഡിംഗ് ഈ ചെറിയ ബിൽഡിംഗിൽ നിന്ന് വലിയ ബിൽഡിംഗിന് കുറെ ഹെൽപ്പുകൾ ഉണ്ടാവും. സോ ഇറ്റ്സ് മ്യൂച്വൽ തിങ്. ചിലപ്പോൾ അത് വെളിയിൽ കാണണമെന്നില്ല. ചിലപ്പോൾ എനിക്ക് അടുത്തോണ്ടിരുന്ന ഞാനിപ്പം കൊളാബറേറ്റ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ചിലപ്പോൾ എന്നെ ഇപ്പം ഒരു ന്യൂ ആർട്ടിസ്റ്റ് ആയിരിക്കും, പുള്ളിയുടെ പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, അപ്പൊ ഞാൻ പുള്ളിയുടെ ചെയ്യുവാണ്. അല്ലെങ്കിൽ ഒരു വലിയ ആർട്ടിസ്റ്റ് ആയിരിക്കും, എന്നെക്കാട്ടി വലിയൊരു ആർട്ടിസ്റ്റ്. ഇപ്പൊ രണ്ടുപേരെടുത്ത് ഞാൻ വർക്ക് ചെയ്യുമ്പോഴും അവരുടെ നിന്ന് ഞാനും പഠിക്കുന്നുണ്ട്, അത് തിരിച്ചും വരുന്നുണ്ട്. സോ ഇറ്റ്സ് ജസ്റ്റ് അങ്ങനത്തെ ഒരു ഗ്രോയിങ് ഒരു ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, എന്റെ തലയ്ക്ക് തോന്നുന്ന ഒരു കാര്യം. No, definitely. And ഇതിപ്പോ ഇത്ര ആൾക്കാരെ ഒരുമിച്ച് കൊണ്ടുവരാൻ, like, how difficult was it? എന്തെങ്കിലും is there something funny that you can think of that happened during trying to bring all this together? No, it is not, to be true, it was not at all funny. Various ആയിട്ടാണ് എന്റെ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും ഹാർഡസ്റ്റ് എനിക്ക് തോന്നിയത്. കാരണം ഇപ്പം ഈ ഓരോ ആൾക്കാരെയും വിളിക്കണം, അവരിപ്പോ അവൈലബിൾ ആയിരിക്കത്തില്ല, അവർക്ക് ഇത് കൊടുക്കണം. ചിലവർക്ക് ബീറ്റിന്റെ ഇത് മനസ്സിലാകത്തില്ല, പിന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ചിലവർ ഫസ്റ്റ് ചെയ്യുന്നവരായിരിക്കും, അപ്പൊ ബ്രോ 8 ബാർന്ന് വെച്ചാൽ എത്രയാ, അങ്ങനെ ഇപ്പം പക്ഷെ ടാലന്റ് ഉള്ളവരായിരിക്കും. സോ ഇറ്റ്സ് അങ്ങനെയുള്ള ആൾക്കാർ, കാരണം ബിഗിനേഴ്സ് ആയിട്ട് വരുന്ന ഒത്തിരി നല്ല കുറെ പേരും ഉണ്ടായിരുന്നു, എന്റെ തമ്പുരാനും അങ്ങനെ കുറച്ച് പേരൊക്കെ. അപ്പൊ അങ്ങനെ വരുന്ന കഴിയുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നത് ഒരു നമുക്ക് കാണിക്കാൻ പറ്റും ആ പാട്ടില് വലുതില്ല ചെറുതില്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, നമ്മളെല്ലാം ഒരുപോലെ ഉണ്ടല്ലോ. വി ക്യാൻ ഷോ ലൈക്ക് ഇവര് വളർന്നുകൊണ്ടിരിക്കുന്ന ആർട്ടിസ്റ്റ് ആണ്, ഇത് വലിയ ആർട്ടിസ്റ്റ് ആണ്, പക്ഷെ ഇവരെ മാനേജ് ചെയ്ത് വിളിക്കാൻ നേരത്തെ കിട്ടത്തില്ല. ഇത്രയും പേരെ നമ്മൾ ഒരുമിച്ച് കൂട്ടി ഇതൊക്കെത്തേക്കും പ്രാന്താകും. കാരണം ഞാൻ ഷോർട്ട് ഇരിക്കുമ്പോഴത്തേക്കും ഈ ആർട്ടിസ്റ്റിന് ശേഷം ഈ ആർട്ടിസ്റ്റ് വന്നാൽ ഒരു രസം കാണത്തില്ല.
ബീറ്റ് ചിലപ്പോൾ നമുക്ക് ഒരു ഫോർമാറ്റിൽ ഉണ്ടാക്കേണ്ടി വരും. ത്രൂ ഔട്ട് ഒന്ന് പോകാതെ മൊണോട്ടണസ് ആയി പോകും, 10-15 മിനിറ്റ് അല്ലേ. അപ്പൊ ആൾക്കാർ എങ്ങനെ നമുക്ക് ഇങ്ങനത്തെ ഒരു വേവി ബീറ്റ് ഉണ്ടാക്കണം. ഇപ്പൊ വേവിന്റെ മുകളില് ഇപ്പം പൊങ്ങിയിരിക്കുന്ന ആളുടെ ബാഴ്സ് ഇച്ചിരി താന്ന പാവം പോലത്തെ ആയാലും താഴെ ആള് പൊങ്ങി വരുമ്പോഴത്തേക്കും ഇപ്പം ഒരു ഭയങ്കര ഹാർഡ് റാപ്പ് ചെയ്ത ആൾക്ക് ശേഷം നമ്മൾ ഒരു കുറച്ചുകൂടെ കടുപ്പം കുറഞ്ഞ ഒരാളിടും. ആ കടുപ്പം കുറഞ്ഞ അടുത്ത വരുന്ന ആൾക്ക് ഒരു ഹൈപ്പ് കൊടുക്കും. ഇയാൾ ഹൈപ്പ് എത്തി കഴിയുമ്പോൾ ആൾക്കാർക്ക് ഒരു ലോ ആണ്, അപ്പൊ നമ്മളൊരു ലോ കൊടുക്കും. അങ്ങനെയാണ് പാട്ട് ആക്ച്വലി ആൾക്കാർ ഇതിന്ന് കാണുന്നത്. സോ അത് നമ്മളൊരു ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. സോ എനിവേസ് ഇറ്റ് വാസ് എ ട്രയൽ ആൻഡ് എറർ, ഹിറ്റ് ഓർ മിസ് ആയിരുന്നു. എനിവേസ് അത്രയും നിങ്ങളൊരു പാട്ട് 20K പേര് കണ്ടെന്ന് പറഞ്ഞപ്പോ എനിക്ക് ഹാപ്പി ആയി. കാരണം സീനിലുള്ളവരെല്ലാരും ആ ഒരു രീതിയിൽ നമ്മൾ കണക്റ്റഡ് ആയി. കാരണം അതിൽ ആർട്ടിസ്റ്റുകൾക്ക് തന്നെ തമ്മിൽ അറിയത്തില്ല. സോ ഇവരിതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് കുറച്ചുകൂടി ഒരു നെറ്റ്വർക്ക് ആകും. സോ ഇതിലിപ്പോ എൻ്റെ മിസ്കൺസെപ്ഷൻ എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ പറഞ്ഞൊരു കാര്യത്തിൽ ഞാൻ വിചാരിച്ചത് ദാറ്റ് യു ക്രിയേറ്റ് എ ബീറ്റ് and then you send the beats to them, and then they make music on top of that, so that it is in line with what you're trying to do. But it's the total opposite, is it? Yeah, ഇപ്പൊ ചെയ്ത് ഇറ്റ് വാസ് ജസ്റ്റ് എ ബീറ്റ്. നമ്മള് ക്വേലാർ എന്ന ബീറ്റ്സിൽ കണ്ടൊരു ബീറ്റ് ആണ്. അപ്പൊ ഇതിന്റെ എടുത്തിട്ട് ഇങ്ങനെ കഴിപ്പിച്ചപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ ഷോർട്ട് കട്ടോട് ചോദിച്ചാൽ ഈ ബീറ്റിൽ നമുക്ക് പണിയാൻ പറ്റുമോ, കുറച്ചുകൂടെ എലമെന്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ ഒരു നീളത്തിലെ രീതിയിലാവാൻ പറ്റും. ഒരു ബീറ്റ് ആയിരുന്നു. അപ്പൊ നമ്മൾ ഇടയ്ക്കുള്ള പോർഷൻ ഇങ്ങനെ മുറിച്ചിട്ട് ഇടയ്ക്ക് പിന്നെയും അതിന്റെ ഇടയ്ക്കുള്ള മെലോഡി ഒക്കെ എടുത്തിട്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തു 10-15 മിനിറ്റ് കുറച്ച് കൂടുതൽ സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട്. അപ്പൊ അങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ ഇതിന്റെ ഒരു പാറ്റേൺ ഉണ്ട്, പെട്ട് പാടുന്ന ഒരു പോർഷൻ. ആ പോർഷൻ എല്ലാവർക്കും അയച്ചു കൊടുത്തു. എന്നിട്ട് അവരുടെ ആ പോർഷൻ പാടിയിട്ട് അയക്കാൻ പറഞ്ഞു. സോ ദേ ഡോണ്ട് നോ അടുത്ത വരുന്ന ആളാരാണ് അതിന് മുകളിൽ വരുന്ന. സോ ലൈക്ക് അവർക്കൊരു ഇത് നമ്മൾ ബി കീപ്പിംഗ് ഓൺ ആഡിങ് 39 വരെ എത്തി. സോ 39 ആയപ്പോ നമ്മൾ പറഞ്ഞു മതി, ഇനി നമുക്ക് ആഡ് ചെയ്യാൻ. സോ കുറെ പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം എടാ ഇതാണ്. കാരണം അവർക്ക് പോർഷൻ അയക്കുമ്പോഴത്തേക്ക് അവരുടെ മുന്നത്തെ പോർഷൻ കുറച്ച് കാണും. അപ്പൊ അവർക്ക് അറിയാം ഇത് ഇന്ന ആൾ ഇതിലുണ്ടല്ലേ. അപ്പൊ കുറെ പേര് ചോദിക്കും എടാ ഈ ആർട്ടിസ്റ്റ് എനിക്ക് അറിയത്തില്ലല്ലോ, ഇത് ഏത് ഭാഷയായി പാടുന്നേ. അപ്പൊ അങ്ങനത്തെ കുറെ എലവൻസ് പറഞ്ഞ ആടാ ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, നമുക്ക് ഇനിയും വർക്ക് ചെയ്യാം. അപ്പൊ അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇത് വന്നത്, ഇതിന്റെ ഒരു ഐഡിയ. ഓക്കെ, ഐ തിങ്ക് ഫ്രം ആൻ എക്സ്പോഷർ പെർസ്പെക്റ്റീവ് ഒരുപാട് പേര് ഈവൻ ഫോർ സമൺ ഹൂസ് ന്യൂ ടു കേരള ഹിപ്പ് ഹോപ്പ് ഇറ്റ് ഡെഫിനറ്റ്ലി ഡിഡ് വാട്ട് ഇറ്റ് ഹാഡ് ടു ഡു ഇൻ ടേംസ് ഓഫ് മേക്കിംഗ് ഷുവർ. സോ ദാറ്റ് വാസ് ഡെഫിനറ്റ്ലി എ വിൻ ഇൻ ടേംസ് ഓഫ് ക്രിയേറ്റിംഗ് സംതിങ് ലൈക്ക് ദാറ്റ്. വേറൊരു സംഭവം ദാറ്റ് ഐ വോണ്ട് ടു ടച്ച് അപ്പോൺ ഇസ് ദാറ്റ് ഈ ഷൂട്ട് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ഇപ്പോൾ സ്പെഷ്യലി നാട്ടിൽ ഷൂട്ട് ചെയ്യുന്ന വീഡിയോസ് ഈ വെക്കേഷൻ ആ ടൈമിൽ വരുമ്പോൾ ഷൂട്ട് ചെയ്യുന്നതാണോ? വൺസ് ഇൻ എ ഇയർ വന്നിട്ട് മൾട്ടിപ്പിൾ ട്രാക്സ് ഷൂട്ട് ചെയ്ത്? I shot like 10 music videos I think this time in I would think 10 music videos in 11 days or something. Oh my god. So അപ്പൊ വീട്ടിലിരിക്കാൻ വീട്ടിൽ അപ്പന്റെ അമ്മയുടെ അതിനുശേഷം വീട്ടിൽ പോയി ഈ പണി വീട്ടില് ചെന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പുറത്തിറങ്ങാൻ മടിയാ, പിന്നെ ഒരു വിഷമാ വീട് വിട്ടു പോവാൻ. അപ്പം എല്ലാം തീർത്തിട്ട് സമാധാനമായിട്ട് വീട്ടില് അവധി തീർക്കാം എന്നുള്ളൊരു ഇതിലൂടെയാണ് എനിക്ക് കൂടുതൽ താല്പര്യം. സോ ആ ഒരു രീതിയായിരുന്നു. സോ 10 days അങ്ങനെ ചെയ്ത് തീർത്തു. ഇവിടെ എവിടെയും ചെയ്തു. അപ്പൊ അന്നൊക്കെ ചെയ്ത് വെച്ചത് നമ്മൾ വെച്ചേക്കുമായിരുന്നു, കുറച്ചായിട്ട് തൊട്ടുപണികളൊക്കെ ഉണ്ടായിരുന്നു. മീൻവേൽ എവിടെയും ഷൂട്ട് നടക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോ നമ്മുടെ ന്യൂ തിര പ്രൊഡക്ഷൻസ് യു ഹാവ് മെൽവിനും ഞാൻ ആ കളിമാറി എന്ന് പറഞ്ഞ ആ ട്രാക്ക് എന്റെ വളരെ ഞാൻ ഇങ്ങനെ റിപ്പീറ്റിൽ ഓടാൻ പോകുമ്പോഴൊക്കെ ഇതൊക്കെയാണ് കേട്ടോണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് ഞാനും മെൽവിൻ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ്, ആൽബോ, പല ലോകത്തെ പല ആൾക്കാര് ലൈക്ക് Malayalis who are there everywhere coming together. And where I fascinated with karyam, even I spoke to Glen about this, was that if there are people who you have never met in real life, that you are making tracks with, which is fascinating to me, as a person, sitting on this side and seeing that a video is still there for that track. എന്ന് വെച്ചാൽ ഇപ്പൊ ശരത്ത് അയർലൻഡ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വേറൊരാൾ US അല്ലെങ്കിൽ കാനഡയിൽ അല്ലെങ്കിൽ നാട്ടിലായിരിക്കും ഷൂട്ട് ചെയ്യുന്നത്, and you still make sure to make it happen. അപ്പോൾ എനിക്കൊന്ന് especially when it comes to COVID, something that people realized is that there's we adapt to everything. എല്ലാത്തിനും ഒരു സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തും as human beings, right? So that's something that really fascinates me to see ഇത്ര ആൾക്കാർ കൊളാബ് ചെയ്യുന്നതും. It's really as a Malayali hip hop fan, like it's really amazing to see something like that. So yeah സത്യമായിട്ടുള്ള കാര്യമാണ്. എനിവേ, സോ ബ്രോ, ഇപ്പൊ നമ്മുടെ ഒരു സെഗ്മെന്റ് ഉണ്ട് ഈ ഷോയിലെ വേർ ഐ ഷോ യു കപ്പിൾ ഓഫ് ഫോട്ടോസ് ഫ്രം യുവർ ഇൻസ്റ്റാഗ്രാം
and I'm going to ask you to explain to me what was happening there, okay? Because there's not a lot of context, especially per description. So ഇല്ല, അത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ചാറ്റിൽ അയക്കാം കേട്ടോ, എനിക്കൊരു സെക്കൻഡ് ഇപ്പൊ ശരിയാക്കി തരാം. അതെ. അപ്പം ബേസിക്കലി ആദ്യത്തെ പിക്ചർ നമ്മുടെ കർമ്മങ്ങന എന്നുള്ള ഇതിന്റെ ഷൂട്ടിന്റെ സീൻ. സ്ഥലത്ത് പോയിട്ട് നമ്മൾ നോക്കിയിട്ട് അടുത്ത ദിവസം വന്നിട്ട് ഇങ്ങനെ പറയാണ്, ഇവിടെ കരിയില മൂടിയിടാം, കുഴി കുഴിക്കേണ്ട കാര്യമില്ല, കരിയില മാത്രം മൂടിയാൽ മതി, നമുക്ക് ആ രീതിയിലൊക്കെ സെറ്റ് ചെയ്യാം പറഞ്ഞ ബെഡ്ഷീറ്റ് മമ്മിഫൈ ആവാണ് കംപ്ലീറ്റ്ലി. ബെഡ്ഷീറ്റ് വെച്ച പോലൊക്കെ, കാരണം ഫുൾ അത് ഇല മാറ്റി ഇങ്ങനെ ഒത്തിരി പ്രാണികളൊക്കെ ഉണ്ട്. അപ്പൊ എന്നിട്ട് കിടത്തിയിട്ട് ഇവനും അവളും കൂടെ പെട്ടെന്ന് കരിയില എവിടെ ഏതെങ്കിലും വാരി ഇടുമായിരുന്നു. വാരിയിട്ട് പെട്ടെന്ന് എടുക്കുന്ന ഷോട്ടാണ് അതൊക്കെ. സൈഡിൽ ഒരു മരം ഉണ്ട്, അതിന്റെ ഇടയിൽ കൂടെ ഡ്രോണൊക്കെ വെച്ചിട്ടൊക്കെ അവനെടുത്തൊരു ഷോട്ടാണ്. എന്തായാലും ഇറ്റ്സ് ലൈക്ക് ജസ്റ്റ് ചുമ്മാ ഓരോന്ന് ആഗ്രഹങ്ങൾ കാണത്തില്ല ഓരോ പടത്തൊക്കെ ചെയ്യാൻ. അപ്പൊ അതൊക്കെ ചെയ്യുന്നൊരു പരിപാടി, അത്രേ ഉള്ളൂ. അടിപൊളി. മറ്റേ വേറൊരു ഫോട്ടോ കൂടെ അയച്ചു, മറ്റേ സുമോ അല്ല ഫാറ്റ് സൂട്ട് ഇട്ട്. അത് ഞാൻ വർക്ക് സ്ഥലത്തില് ഇങ്ങനെ അടുത്തുള്ള ഒരു പാർക്ക് ഇവിടെ ഉണ്ട്. അപ്പൊ ആ പാർക്കില് ഇങ്ങനത്തെ സുമോ ഇതിട്ടിട്ട് ഒരു ചുമ്മാ ഒരു ചാരിറ്റി പോലെ ഫണ്ട് റൈസിങ് പോലത്തെ ഒരു സാധനം അവര് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഓടാൻ പോകുന്നവർക്ക് നമുക്ക് അവര് ഈ ഡ്രസ്സും തരും. എന്നിട്ട് നമുക്ക് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ട്, 5 കിലോമീറ്റർ 10 കിലോമീറ്റർ കണ്ടായിരുന്നു. അപ്പൊ അതിങ്ങനെ ഓടി കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ ഒത്തിരി ആൾക്കാരുണ്ട്, ഒത്തിരി ഫാമിലീസ്, നമ്മള് പല പല നഴ്സിംഗ് ഹോംസിന്റെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്, 1-2 സ്റ്റാഫുകള്. അപ്പൊ നമുക്കതൊരു വർക്ക് ഡേ ആണ്. വർക്കിന്റെ ഭാഗമായിട്ട് അവിടെയുള്ള ഫ്രണ്ട്സ് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന, എന്നിട്ട് നമ്മള് ആ ഫോട്ടോ എടുത്ത് നമ്മള് നമ്മുടെ വർക്ക് സ്ഥലത്തിൽ കൊടുക്കുമ്പോഴത്തേക്ക് അവർ അതിന്റെ എന്തോ ഫംഗ്ഷൻ ആക്ടിവിറ്റീസിലൊക്കെ ഇടും. അങ്ങനെ ചെയ്താണ്. അത് ഓടാൻ ഭയങ്കര രസമാണ്. ഫീൽ വെരി വാം, കംപ്ലീറ്റ്ലി സീൽഡ് ആണ്. പുറത്ത് തണുപ്പാണെങ്കിലും നിങ്ങൾ ഓടുമ്പോൾ ചൂടാവുമല്ലോ. അപ്പൊ അകത്ത് പ്രഷർ കുക്കറിൽ ഇരുന്ന് ചൂട് ഇത് ചെയ്യുന്ന എക്സ്പീരിയൻസ്. എന്നാലും ഭയങ്കര ഇതായിരുന്നു. മനസ്സിലേക്ക് എല്ലാരും ഭയങ്കര ചീറപ്പൊക്കെ ചെയ്ത് ഭയങ്കര ഫണ്ണി ആയിരുന്നു. അതാണ് നമ്മള് പല പോസൊക്കെ ചെയ്ത് ഫോട്ടോ ഒക്കെ എടുത്ത് ഭയങ്കര ഫണ്ണി ആയിരുന്നു. ലൈക്ക് സീ പീപ്പിൾ വൺസ് യു വെയർ ദോസ് തിങ്, നമ്മൾ ഒരു കാർട്ടൂൺ ലെവലിലോട്ട് പോകും. കാരണം ചുറ്റുള്ള ആൾക്കാരെല്ലാരും തല വെച്ച് ബാക്കി നമ്മുടെ നാട്ടിൽ അത് വെച്ച് ഓടിക്കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും അല്ലെ, ഈ ചൂടത്ത്. അയ്യോ സീനായിരിക്കും. ബ്രോ, അപ്പോ അടുത്തത് ഇനി അപ്കമിങ് ആയിട്ട് എന്താണ്, ലൈക്ക് യുനോ ഹൗ മെനി ട്രാക്സ് ഡു യു ഹാവ് യുനോ ഇൻ ദ ലിസ്റ്റ് ദാറ്റ് ഉടനെ റിലീസ് ചെയ്യാൻ പോകുന്നത്? വാട്ട് ഈസ് യുവർ യുനോ സംതിങ് ദാറ്റ് യു റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു ഇപ്പൊ വരുന്നതിൽ? ലൈക്ക് വി ഹാവ് എ ഗുഡ് ഫ്യൂ, മീൻസ് ലൈക്ക് 10 ട്രാക്കുകൾ ഉണ്ട് നമ്മൾക്ക് ഇപ്പം ഓൾറെഡി ഡൺ ആയിട്ട്. ബട്ട് യുനോ ലൈക്ക് നമ്മളിപ്പം ഈ ഒരു ഇടയായിട്ട് കുറെ ട്രാക്കുകൾ ഇറക്കി. സോ വി വേ യുനോ ലൈക്ക് ഇപ്പം ഇനിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ടൊരു കൺസിസ്റ്റന്റ് രീതിയിൽ വൺസ് എ മന്തോ വൺസ് ഇൻ 2 months എന്നുള്ള രീതിയിൽ പ്രോപ്പർ വർക്കുകൾ കോൺസെപ്ച്വൽ വൈസ് പല പല കാര്യങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള പരിപാടികൾ. അപ്പം ഓൾറെഡി വി ഹാവ് ലൈക്ക് 10 tracks റെഡി. നെക്സ്റ്റ് അഴകിനെ എന്നൊരു ട്രാക്ക് ആയിരിക്കും. അഴകിനെ എന്നുള്ള ട്രാക്ക് കഴിഞ്ഞു. പിന്നെ ദില്ലി ഗ്യാഫ് ഒരു ആർട്ടിസ്റ്റിന്റെ കൂടെ ഉള്ള ജീനി എന്നുള്ള ട്രാക്കാണ്. അഴകിനെ ഞാൻ ചെയ്യുന്നത് റയാനും ഷോർട്ട് കട്ടും ഉണ്ട് അതിന്റെ കൂടെ. നമ്മുടെ വിക്കറ്റ് വിഷ്വൽസും VMK ആണ്. ഇവിടുത്തെ DOP അവിടുത്തെ DOP ഒരുമിച്ചും കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ട്രാക്ക് ആയിരിക്കും. പിന്നെ ഉള്ളത് ജീനി ഇറ്റ്സ് ദില്ലി ഗ്യാഫ് ഒരു റാപ്പറിന്റെ കൂടെ. അതൊരു ഡിഫറെന്റ് ട്രാക്കാണ്, കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ട്രാക്കാണ്. അതൊരു വേറൊരു ഐഡിയ ട്രാക്കാണ്. ഐ തിങ്ക് ഇറ്റ്സ് എ ന്യൂ തിങ്. എനിവേസ് അമേസിംഗ്. സോ അങ്ങനത്തെ വി ആർ ഡൂയിങ്. അതാണ് നെക്സ്റ്റ് ടു. പിന്നെ ഉള്ളത് എനിക്ക് അവരോട് ചോദിച്ചിട്ടൊക്കെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ചിലതൊക്കെ നല്ല വേറെ ഉണ്ടപ്പം. അപ്പോ ബ്രോ, ലൈക്ക് എനിക്ക് ഇത് ഞാൻ ഒരുപാട് ചിന്തിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. അതായത് ഇതൊരു വളരെ ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ്സ് എ സ്റ്റുപ്പിഡ് ക്വസ്റ്റ്യൻ. ബട്ട് യു നോ, ഇഫ് ദർ വാസ് വൺ ട്രാക്ക് ദാറ്റ് യു കുഡ് റിലീസ് ആൻഡ് ദിസ് ഇസ് ദ ലാസ്റ്റ് വൺ ദാറ്റ് യു ക്യാൻ ഫോർ എവർ, ഇനി യൂട്യൂബ് ചാനലും ഇല്ല, ഇനി വേറെ ട്രാക്സ് ഒന്നും റിലീസ് ചെയ്യാൻ പറ്റില്ല, വാട്ട് ഈസ് ദ വൺ ട്രാക്ക് യു വുഡ് റിലീസ് ആൻഡ് വാട്ട് വുഡ് ബി ദ മെസ്സേജ് ദാറ്റ് യു വുഡ് ടോക്ക് അബൌട്ട് ഇൻ ദാറ്റ് ട്രാക്ക്? ഇറ്റ് വിൽ ബി പീസ് ഡെഫിനറ്റ്ലി. കാരണം അങ്ങനത്തെ ഒരു ട്രാക്ക് നമ്മള് ഇപ്പം ചില ട്രാക്കിലുണ്ട് നമ്മൾ കുറെ കാലങ്ങളായിട്ട് നമ്മളിങ്ങനെ തൂത്തു വെക്കുന്ന ഒരു ട്രാക്ക്. മീൻസ് ലൈക്ക് നമ്മുടെ വേൾഡും പീസിനെയും പറ്റിയുള്ള ഒരു സോങ് ആണ്. സോ
it's all like, you know, it's like blend of different kind of musics and പല രാജ്യങ്ങളുടെ മ്യൂസിക്കൽ എലമെന്റ്സ് ഒക്കെ വെച്ചിട്ട് ഒരു വേൾഡ് പീസ് സാധനം, you know, like ഇങ്ങനത്തെ ഒരു വേൾഡ്, അങ്ങനത്തെ ഒരു സാധനം. സോ ഐ ജസ്റ്റ് അങ്ങനത്തെ ഒരു ഐഡിയ ഉണ്ട് എന്തായാലും. സോ ദാറ്റ് വിൽ ബി ദാറ്റ് ട്രാക്ക്. ഞാൻ പണ്ടൊരു പോസ്റ്റർ ഞാൻ ഇട്ടിട്ടുണ്ട്, പീസ് എന്ന് പറഞ്ഞിട്ട്, കുറെ പഴയൊരു പോസ്റ്റാണ്. സോ ദാറ്റ് ഇസ് സം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ആണ് എന്റെ പീസ് എന്ന് എഴുതിയിട്ട്. സോ that's related to that. So, you know, like it's there. Amazing. So അതെന്തായാലും പൈപ്പ്ലൈനിലുണ്ട്. Yeah, that will be, you know, like that will be, I'll take time anyways. Other than that, it will take time. No, definitely. ആ ട്രാക്ക് ഇറക്കണമെങ്കിൽ ഞാൻ കുറച്ചുകൂടെ വലുതാണ്. So, you know, if I become better, that track is possible. Anyways, bro, thank you so much for being on the show. It was an absolute pleasure. I had a lot of fun talking to you. And ഇപ്പോൾ ഇനി അടുത്തത് ഞാൻ ഏത് ഹിപ്പ് ഹോപ്പ് ആർട്ടിസ്റ്റിനെ ആയിരിക്കും, you know, in your opinion, that I should talk to, in your mind? In mine it should be ABI. Right. He like rapper ആണെങ്കിൽ ABI, you know, like he's like ഒരു different kind of he has you know, like his thing, like with the kadicha potta vaakukal, and you know, like some right, of them. yeah, I've noticed that. Yeah, you know, like he has his character, you know, like it's like meeting different characters, so he has his characters, you know, like, so I would say, you know, like if you have a word with him, definitely alkarka, you know, like I think people should know more about him. Yeah, he seems 16 bars as well, so you know, like bars. These two guys are my very close people. Like, you know, like it will be great, you know, like amazing, like another vibe. Anyways. So I'll definitely reach out to them. If they give me an opportunity, we'll definitely have them on the show as well. So anyways, thank you so much again, bro. Thank you so much for being on the show. It means a lot, and hope to see a lot of your, you know, tracks in the future, and we'll keep vibing to it. Thank you. Yeah, thanks, bro. You considered us, and you know, like it was very, you know, like it's not like it was an interview. It was really, you know, like chatting in the vibe. So thanks for that. You know, like, bro, peace, kana. Peace. Bye-bye. Yeah, kana.